ഇപ്പൊ ഏറ്റവും അവസാനം കണ്ണൂരിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ പരിശോധിക്കുക. നവീൻ ബാബുവിന്റെ മരണം എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് വലിയ സന്തോഷവും വലിയ ആഹ്ലാദവും. എന്തെന്നാൽ നവീൻ ബാബുവിന്റെ മരണം നടക്കുമ്പോൾ ആ മരണം ഒരു കൊലപാതകമാണ് എന്ന സംശയം സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അത് ആദ്യം പറയേണ്ടി വന്നു എന്നത് ഞാനൊരു കണ്ണൂർക്കാരൻ ആയി എന്ന നിലക്കുള്ള എന്റെ മുകളിലുള്ള എന്റെ മനസ്സിന്റെ സമ്മർദ്ദമാണ്. ചില കാരണങ്ങൾ അതിനകത്തുണ്ട്. എന്റെ ഒറ്റ സംശയം, എന്തുകൊണ്ടായിരുന്നു നവീൻ ബാബു? നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ഒരു ഓഫീസിലെ ക്ലർക്കല്ല, അയാൾ ADM ആണ്. ജില്ലയിൽ കലക്ടറുടെ താഴെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ 2 പെൺമക്കള് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നുണ്ട്. മക്കളെ, ഞാൻ നാളെ വരില്ല, എന്നെ കാത്തിരിക്കരുത്, ഞാൻ അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ്, എന്നെ ഇതാ ഇവർ അപമാനിച്ചിരിക്കുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു കുറിപ്പ് ആ മനുഷ്യൻ ഇല്ലേ? ഒരു കുറിപ്പ് ആ മനുഷ്യൻ പറയില്ലേ? ഒരു SMS, ഒരു വാട്സാപ്പ് ഭാര്യയോട്, 2 പെൺമക്കളാണ് നമ്മൾക്ക്, ഞാൻ പോവാണ്, നീ അവരെ നോക്കണം, ഒരു ഉപദേശം പറയില്ലേ? കൊടുക്കില്ലേ? സ്വാഭാവികമായി നിങ്ങൾ ഓർത്തു നോക്ക്, അങ്ങനെ ഒരു കുറിപ്പ് അവിടെ ഇല്ല. എനിക്ക് കണ്ണൂർ അറിയാലോ. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന വീടും കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയും തമ്മിൽ ഒരു പരമാവധി പോയാൽ 2 കിലോമീറ്റർ. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് 20-ലധികം കിലോമീറ്റർ. അവിടെ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന CPM-ന്റെ ആധിപത്യമുള്ള ആശുപത്രിയാണ്. അവിടേക്കെതിരാണ് നിർബന്ധപൂർവ്വം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്. ഞാനത് പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത് കണ്ണൂരിലെ CPM ആണ്. അത് ഇവിടെ വന്നിട്ട് ആളുകളെ സോപ്പിട്ട് ചിരിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കണ്ണൂരിൽ തന്നെ പോകണം, അനുഭവിച്ചറിയണം. ഫറൂഖ് മനസ്സിലാവില്ല. അത്രമേൽ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഓർഗനൈസേഷനാണ് കണ്ണൂരിൽ P. ജയരാജൻ എന്ന് പറയുന്ന മനുഷ്യനടക്കം നേതൃത്വം കൊടുക്കുന്ന, പിണറായി വിജയനടക്കം നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസത്തിന്റെ കാപാലിക രാഷ്ട്രീയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നവീൻ ബാബുവിന്റെ ഇഷ്യൂ മാത്രമല്ല, കുഞ്ഞനന്തന്റെ മരണത്തിൽ സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു എടുത്തുചാട്ടല്ലായിരുന്നോ? ആര്? നമ്മളുടെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഷാജിയെ കൂട്ടുന്നാ പറഞ്ഞത്. ഷാജിക്കെതിരെ കേസ് കൊടുക്കും. ഞാൻ പേടിച്ചു പറിച്ചു പോയി. ഞാൻ ജീവിതത്തിൽ ഇതുവരെ കേസ് കാണാത്ത ആളാണ്. എന്നെ പേടിപ്പിക്കാൻ എന്തോ കേസെടുക്കാത്തത്? സഖാവേ, ഈ നാട്ടിലെ നിഷ്പക്ഷമായ ചിന്താഗതിയുള്ള ഒരു സഖാവിനോട് ഞാൻ ചോദിക്കട്ടെ, പാർട്ടി യോഗത്തിൽ ചോദിക്ക്, ഷാജിക്കെതിരെ എന്താ കേസെടുക്കാത്തത്? ഞാൻ ചെറിയ ആരോപണമല്ലല്ലോ ഉന്നയിച്ചത്. കുഞ്ഞനന്തൻ എന്ന് പറയുന്ന നിങ്ങളുടെ കൊലപാതകത്തിന്റെ സൂത്രധാരകൻ അയാൾ വെറുതെ മരിച്ചുപോയതല്ല, ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന എന്റെ ആരോപണം. എന്താ കേസെടുക്കാത്തത്? നിങ്ങൾ എടുത്തില്ല. ഞാൻ പറയുന്നു, നവീൻ ബാബുവിന്റെ വിഷയം തൊട്ടില്ല. ഞങ്ങള് അനങ്ങിയാൽ എന്റെ പറകിൽ വരുന്നവരല്ലേ? എന്താ നിങ്ങൾ പറയാത്തത്? സഖാക്കൾ ആലോചിക്കേണ്ടത്, നവീൻ ബാബു ഒരു കോൺഗ്രസ് ഫാമിലി അല്ല. നവീൻ ബാബുവിന്റെ ഭാര്യ ഒരു കോൺഗ്രസുകാരിയല്ല. നവീൻ ബാബുവിന്റെ മക്കൾ KSUക്കാരല്ല. അവരൊക്കെയും CPM കുടുംബാണ്. പത്തനംതിട്ടയിലെ CPM ഉറച്ചു നിൽക്കുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കൂടെ. ഒരു പാർട്ടിക്കാരന് നീതി കൊടുക്കാൻ കഴിയാത്തത് എന്താണ്? അതറിയണമെങ്കിൽ ദിവ്യയെ പോയി പരിശോധിക്കുക. ദിവ്യ വെറും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണോ? അവരുടെ മുൻദേശ്യമാണോ? അല്ലല്ലോ. സമ്പാദിച്ചു കൂട്ടിയ ബിനാമി സ്വത്തുക്കളെ കുറിച്ചുള്ള ആരോപണങ്ങൾ പോയി അന്വേഷിക്കുക. ദിവ്യയുടെ കൂട്ടുകച്ചവടക്കാരനായ ഷാദർ പോയി അന്വേഷിക്കുക. ബ്ലോക്ക് പ്രസിഡന്റാണ്. ദിവ്യയും ഷാദറും അടങ്ങുന്ന അവിടുത്തെ ബിസിനസ് ശൃംഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂർക്കാരനായ വിവാദ നായകനാണ്. അന്വേഷിച്ചു നോക്ക്. ആരോടോ കച്ചവടം ചെയ്യാത്തത്? നിങ്ങളുടെ MLA ഇല്ലേ? ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മരുമകനല്ലേ? ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള അഴിമതിയുടെ ഒരു ചെറിയ ഇടത്ത് നിങ്ങൾ എന്താ ചെയ്തത്? ഞാനിപ്പോ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ വീട് കുഞ്ഞാമക്കാനൊന്നായിരിക്കൂല, നിങ്ങൾ ആരും ആയിരിക്കൂല. എന്റെ വീടാണ്. 4 തവണയാണ് അളന്നിട്ട് ചെരുവൊളിപ്പിച്ചു. എന്താണ് ഒരു ചെറിയ പൈപ്പ് മാറ്റിച്ചു. ഇതെന്താ പൈപ്പ് ഇങ്ങനെ? അപ്പൊ ഞാൻ പൈപ്പ് എന്നാക്കും. ഇതെന്താ സൈഡ് ഇങ്ങനെ? അപ്പൊ ഞാൻ സൈഡ് എന്നാക്കും. 4 തവണ എന്റെ വീട്. എന്നിട്ടോ നമ്പർ ചോദിച്ചപ്പോ പറയാണ്, ഒരു ഉളുപ്പൂല്ലാതെ കോർപ്പറേഷന്റെ സെക്രട്ടറി പറയാണ്, ഒരു നിവൃത്തിയില്ല സാറേ, തരാൻ പറ്റില്ല എന്നാ പറയുന്നത്.
ഞാൻ ചോദിച്ചു എന്തിന്? അത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ കോടതിയിൽ നിന്ന് വാങ്ങിക്കോളൂ. ഞാൻ പിന്നെ ഒക്കെ കോടതിയാണോ വാങ്ങണത്? ഞാൻ അതും കോടതിയിൽ നിന്ന് വാങ്ങി. പക്ഷെ ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ ഞാൻ അഴീക്കോട്ടിലെ ഒരു MLA ആണ്. ഈ കേരളം മുഴുവൻ തീരദേശമാണ്. ഇതാ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ തീരദേശമുണ്ട്. നിങ്ങൾ ചാലിയത്ത് പോയി നോക്ക്. അവിടെ പോയിട്ട് ആ തീരദേശത്ത് പാർക്കുന്ന ഒരു പാവം മനുഷ്യനോട് ചോദിക്കുക. കരഞ്ഞയാൾ പറയും, ഒരു വീട് വെക്കാൻ, ഒരു ചെറിയ കൂര കെട്ടാൻ അവന്റെ ഭൂമിയിൽ നിയമം അനുവദിക്കുന്നില്ല. CRZ ആണ്. അതെന്റെ മണ്ഡലത്തിലുണ്ട്. ഞാനൊരിക്കലും ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഒരു അമ്മയെ കൊണ്ടുവന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ മനുഷ്യന്റെ കണ്ണ് നിറയുന്നത്. ആ മനുഷ്യന് കണ്ണ് നിറയും. കാരണം അയാൾക്ക് ഇരട്ട ചങ്കില്ല, പക്ഷേ ഒരു ചങ്കയുള്ളൂവെങ്കിലും നല്ലൊരു ഹൃദയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. കണ്ണിൽ വെള്ളം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് എന്നോടും പ്രതാപനോടും പറഞ്ഞു, നമുക്കിവിടെ ഒരു നിയമം കൊണ്ടുവരാം. ആ നിയമം പാസാവില്ല. ഒരു ശ്രമമായിരുന്നു. കാരണം സെൻട്രൽ ഗവൺമെന്റിനാണ് CRZ തീരുമാനിക്കുന്നത്. പക്ഷെ അത് ഈ ചാലിയത്തെ പാവത്തിന് മാത്രം ബാധകമാണോ? ബേപ്പൂരിലെ പാവങ്ങൾക്ക് മാത്രം ബാധകമാണോ? മുഖ്യമന്ത്രിയുടെ മരുമോന് ബാധകമല്ല? ഞാൻ പറയട്ടെ, കേരളത്തിലെ സ്പീക്കറുടെ ബന്ധുവടക്കം, കോഴിക്കോട് ജില്ലാ CPM-ന്റെ നേതാക്കന്മാരടക്കം, ഈ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാരടക്കം പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമുണ്ട് അവിടെ. ഒന്നല്ല, അവിടെ നിങ്ങൾ പോയി നോക്ക്. നിങ്ങൾക്ക് അവിടെ ഇസ്രായേലിന്റെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, സ്റ്റാർബക്സ്. ഇസ്രായേലിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത് സ്റ്റാർബക്സ്. വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ബഹിഷ്കരിച്ചു. അമേരിക്കയിലൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥ വന്നത്. ആ കമ്പനി നടത്തുന്ന ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ ഇരുന്നാൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഗ്ലാസ് തുറന്നാൽ നിങ്ങളുടെ കോഫിയിൽ മധുരത്തിന് പകരം ഉപ്പ് വരും. കാര്യം എന്താണ്? തിരയടിച്ചു കയറുന്നത് ആ കെട്ടിടത്തിനകത്താൻ. ആ തിര വന്ന തമാശയല്ലത്. കോഴിക്കോട് ബീച്ചിലെ കാര്യമാണ്. അല്ലാതെ റഷ്യയിൽ സഖാക്കൾ വരുന്ന റഷ്യത്തെ കാര്യമൊന്നുമല്ല. പോയോക്കങ്ങള് തിരയടിക്കുന്നത് സ്റ്റാർബക്സ് കോഫിയുടെ ബിൽഡിങ്ങിലാണ്. എടോ, ഈ CRZ നിയമമാണ് ബാധകമല്ല. ഒരുപാട് ഹോട്ടലുകൾ നിങ്ങൾ സഖാക്കൾ പെർമിഷൻ വാങ്ങി കൊടുത്തല്ലോ. ഈ കോഴിക്കോട് കോർപ്പറേഷൻ, കോഴിക്കോട്ടിൽ കാണുന്ന ഒരു വലിയ പരസ്യ വിപണനമുണ്ട്. ഈ പറയുന്ന ഈ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മരുമകനടക്കം പങ്കാളിത്തമുള്ള ഇടപാടുകൾ ഒന്നല്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ അടക്കം ചേർന്ന് നടത്തുന്ന കള്ളക്കച്ചവടം എത്ര ഭീകരമാണെന്നറിയോ നിങ്ങൾ? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് നീതിയില്ല, അവർക്ക് അനുകൂലമായില്ല. ഇതിന് സമാനമായ കർമ്മം തന്നെയാണ് അവിടെയും ദിവയും കുതരും ചെയ്യുന്നത്. എന്നിട്ടൊരു മനുഷ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സഖാവിന്റെ പാരമ്പര്യമുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ CBI അന്വേഷിക്കണമെന്ന് പറയുന്നിടത്തേക്ക് ആ കേസ് പോയി. എനിക്ക് അതിന് സന്തോഷവും. എന്തെന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം CPM ആണ്. പക്ഷെ ഞാൻ ഒരു പൊതുപ്രവർത്തകനല്ലേ. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണം? കണ്ണും കാതും തുറന്ന് കാത്തിരിക്കണം, ശ്രദ്ധിക്കണം. നമുക്ക് ഒരു സംഭവത്തെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനോ ആരെങ്കിലും പറയുന്ന പോലെ വിശ്വസിക്കാനുള്ളവരല്ല ജനാധിപത്യ രാജ്യത്തിലെ പൊതുപ്രവർത്തകന്മാർ. രാജാധിപത്യത്തിൽ രാജാവ് പറഞ്ഞത് കേൾക്കുക, പ്രജകൾ തലയാട്ടുക. പൗരൻ പക്ഷേ അങ്ങനെയല്ല. എനിക്ക് സംശയമുണ്ട് കുഞ്ഞനന്തന്റെ മരണത്തിൽ. എനിക്ക് ഫലമായ സംശയമുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ. ഞാനത് പറഞ്ഞു. ഇതാണ് പ്രശ്നം. പറയാൻ പാടില്ല എന്നാണ്. കണ്ണൂരിൽ ഇത് പറയാൻ പാടില്ല, കണ്ണൂരിൽ പറയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞതിനല്ലേ നിങ്ങൾ എന്നെ വേട്ടയാടിയത്? ഞാൻ എന്ത് അപരാധമാണ് ഈ നാട്ടിൽ ഈ ഗവൺമെന്റിനോട് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി പറയും, അല്ലെങ്കിൽ മരുമകനെങ്കിലും പറയും. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? നിങ്ങൾ അറിയുമോ? ഞാൻ മത്സരിക്കാൻ പോകുന്നത് അഴീക്കോടിലാണ്. ബഹുമാന്യനായ ഹൈദരലി തങ്ങൾ പറയുന്നു, ഇത്തവണ ഷാജി മത്സരിക്കേണ്ടത് അഴീക്കോടിലാണ്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒരു ചെറുപ്പക്കാരൻ അവിടെ പോകണം. അന്ന് ഞാൻ അവിടേക്ക് പോയി. ചെല്ലുമ്പോൾ 25,000-ലധികം വോട്ടിന് ജയിച്ചു പ്രകാശൻ മാഷ്. തൊട്ടുമുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ പോയി മത്സരിച്ചു. ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു ഇവരെ കൊണ്ട്. ആ ജനങ്ങൾ UDF-ന്റെ മുകളിൽ പ്രതീക്ഷയർപ്പിച്ചു. ഇതാ UDF കൊണ്ടുവന്നിരിക്കുന്നു ഒരു ചെറുപ്പക്കാരനെ ജയിപ്പിച്ചു കളയാം. അവിടുത്തെ എല്ലാവരും, ഒരു ചെറിയ ശതമാനം മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, 10-20%. എന്നെ ജയിപ്പിക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലേ? നിങ്ങൾ ഇവിടുത്തെ MLA ജയിപ്പിച്ചില്ലേ? നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ? നിങ്ങൾ തോൽപ്പിച്ചവർക്ക് പോലും പ്രതീക്ഷയുണ്ട്. ജനാധിപത്യത്തിൽ ജയിക്കുന്നവൻ ആ നിയോജക മണ്ഡലത്തിന്റെ MLA ആണ്. ഞാനും അങ്ങനെയാണ്. അഴീക്കോടിൽ ചെറിയ വോട്ടിന് ഞാൻ ആദ്യത്തെ തവണ ജയിച്ചപ്പെടും. ഞാൻ അവരുടെ MLA ആണ്. അതെന്തിനാ MLA ആവണത്? കിട്ടുന്ന ഓണറേയും വാങ്ങിയിട്ട് ഇങ്ങനെ വണ്ടിക്ക് പെട്രോൾ അടിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് കയറി ഇങ്ങനെ ജീവിക്കാനാ? MLA എന്ന ബോർഡ് വെച്ച് പത്രാസിൽ നടക്കാനാ?
അതിനാണോ ഒരു ജനപ്രതി ഈ ജനങ്ങൾ മുഴുവൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വിശ്വാസങ്ങൾ അർപ്പിക്കുന്നത്? അല്ലല്ലോ. ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ നികുതി കൊടുക്കുന്നവരല്ലേ? നമ്മളെല്ലാവരും എല്ലാത്തിനും നികുതിയില്ലേ? ഞാൻ ഈ സംസാരിക്കുന്ന മൈക്കിന് നികുതിയില്ലേ? ഈ സ്റ്റേജിനും പന്തലിനും നികുതിയില്ലേ? സഞ്ചരിക്കുന്ന കാറിന്, കയറുന്ന ബസ്സിന്, പോകുന്ന വണ്ടിക്ക്, നടക്കുന്ന വഴിക്ക്, തിന്നുന്ന ഭക്ഷണത്തിന്, ധരിക്കുന്ന വസ്ത്രത്തിന് എല്ലാത്തിനും നികുതിയില്ലേ? നമ്മൾ ഈ നികുതി കൊടുക്കുന്നത് എന്തിനാണ്? ഈ നികുതിയുടെ പണം ഈ ഗവൺമെന്റ് നേരാമണ്ണം വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. ഞാൻ നിയമസഭയിൽ ചെന്ന ഉത്തരവാദിത്തം സത്യസന്ധമായി നിർവഹിക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ തവണ എന്നെ തോൽപ്പിക്കാൻ നികേഷ് കുമാറിനെ നിങ്ങൾ കൊണ്ടുവന്നു. കള്ളക്കഥകൾ ഉണ്ടാക്കി, വലിയ കള്ളക്കഥകൾ ഉണ്ടാക്കി. ആ കള്ളക്കഥകൾ ഉണ്ടാക്കിയപ്പോഴും ജനങ്ങൾ പറഞ്ഞു, നിങ്ങളാണ് ശരി, നിങ്ങളുടെ കൂടെ നിൽക്കാം. ഞാൻ ആ ഉത്തരവാദിത്തം വീണ്ടും സത്യസന്ധമായി നിർവഹിക്കാൻ കൂടുതൽ കരുത്തോടെ നിയമസഭയിൽ ഞാൻ കാണുന്നത് എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിഭീകരനായ ഒരു മനുഷ്യനാണ്. നേർക്ക് നിന്ന് സംസാരിച്ച തിന്നുകളയുമെന്നാണ് എല്ലാവരും പറയുന്നത്. നിയമസഭയിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ അത് നോട്ടാണ്, ദഹിപ്പിച്ചു കളയുമെന്നാണ് സഖാക്കൾ പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഒരാൾ നോക്കിയാൽ എന്ത് ബേജാറ്. സഖാക്കളെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് റഹീമിനോടൊക്കെ സ്നക്കിട്ട് നടക്കലാണ് പലപ്പോഴും ഡിവൈഎഫ്ഐക്കാർ. കാരണം ഇയാളെ കണ്ട ഒരു മൂത്രമൊഴിച്ചു പോത്രേ. എന്റെ പാമ്പേഴ്സും കെട്ടി നടക്കുന്ന ഡിവൈഎഫ്ഐക്കാരന് ചിലപ്പോ ഇയാൾ നോക്കിയ ബേജാറാവും. ഞാനെന്തിനു പേടിക്കണം? ആ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ തന്ന വിശ്വാസത്തിനപ്പുറം എന്ത് ധൈര്യമാണ് ഒരു നിയമസഭയുടെ അകത്തിരുന്ന് സംസാരിക്കാൻ വേണ്ടത്? ഒരു MLA എന്ന പ്രിവിലേജ് വെച്ച് ഞാൻ ചോദിച്ചു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മകൾ എന്തിനാണ് ശിവശങ്കരനും ഒന്നിച്ച് അമേരിക്കയിൽ പോയത്? ഏത് കമ്പനിയുമായി കരാറിൽ ഒപ്പുവെക്കാനാണ്? നിയമസഭയിലെ ചോദ്യമാണ്. എന്നോട് മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ആൾ ഒരു സംസാരത്തിന് വന്നപ്പോൾ പറഞ്ഞു, ഷാജി അന്ന് മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. എന്തിനാ അയാൾ ഉറങ്ങാതിരുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ ചോദിക്കണ്ടേ? ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ലേ? അങ്ങയ്ക്കും അങ്ങയുടെ മകൾക്കും തോന്നുന്ന പോലെ രാജ്യത്തെ കട്ടുപിടിക്കാൻ അവകാശമുണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം, ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയോട് ധൈര്യപൂർവ്വം ചോദിച്ചപ്പോ ഒരുപാട് കേസുകൾ. ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ രവിയുടെ പേര് പറയുമ്പോൾ, രവീന്ദ്രന്റെ പേര് പറയുമ്പോൾ മാതൃഭൂമിയുടെ ലേഖകൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഏതാണ് സാർ ഈ രവീന്ദ്രൻ? നിങ്ങൾക്ക് ആ രവീന്ദ്രൻ അന്ന് അറിയില്ല. മുഖ്യമന്ത്രിയുടെ മകള് ഈ കേസിലുണ്ട് എന്ന് അറിയില്ല. ഞാനെന്ന് പറഞ്ഞപ്പോ എന്റെ പേരിൽ കുറെ കേസുണ്ടാക്കി. എന്നെ പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ആകാവുന്ന പരിശ്രമങ്ങൾ മുഴുവൻ നിങ്ങൾ നടത്തി. 4 കൊല്ലം ശമ്പളമില്ല. അറിയാം നിങ്ങള്, എന്റെ വണ്ടിക്ക് ഒരു ഡീസൽ അടിക്കാൻ 10 റുപ്യ. എന്തിന്? നിയമസഭയിൽ പെങ്ങളൊക്കെ വന്നാൽ ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭയുടെ ഫ്ലാറ്റിലുണ്ടാവും. പക്ഷെ ആ ഫ്ലാറ്റിന്റെ പൈസ ഞാൻ കൊടുക്കണം, വാടക. ഒരു ആനുകൂല്യം ഇല്ല. 4 കൊല്ലം എന്തിനടോ? എന്തിന് ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യാവുന്ന? ഹൈക്കോടതിയിൽ 2014 ഒരു കേസ് 2017 പിണറായി വിജയൻ പരിശോധിക്കുമ്പോൾ വിജിലൻസിന്റെ ലോ ഓഫീസർ എന്ന അഡ്വൈസർ പറയുന്നുണ്ട്, സർ ഈ കേസ് നിൽക്കില്ല. എന്നിട്ടും പ്രതികാര ബുദ്ധിയോടെ എന്നെ കുടുക്കാൻ കേസെടുക്കും. ഹൈക്കോടതി വലിച്ചെറിഞ്ഞു. എന്റെ മുമ്പിൽ CPM-ന്റെ ദൂതന്മാർ വന്നിട്ടുണ്ട്, ചെറുതല്ല വലുത്. എന്നോട് പറഞ്ഞു, സുപ്രീം കോടതിയിൽ പോയാൽ വലിയ പൈസ ചെലവാകും. ഇവിടെ വെച്ച് നമുക്ക് തീർക്കാം. ഞാൻ ചോദിച്ചു, എന്തിന്? ഞാൻ എന്താ തീർക്കേണ്ടത്? ഞാൻ എന്താ അവസാനിപ്പിക്കേണ്ടത്? എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നോട് പറഞ്ഞു, ഒന്ന് മയത്ത് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു, എനിക്കറിയാത്തൊരു പണിയാണത്. പറയുമ്പോ പോലെ പറയും. അല്ലാതെ എന്തിനാ മയത്ത് പറയുന്നത്? കള്ളനെ കള്ളനെന്ന് വിളിക്കണ്ടേ? മുഖ്യമന്ത്രി ആയാലും കള്ളനല്ലേ, പ്രധാനമന്ത്രി ആയാലും കള്ളനല്ലേ? കള്ളനെ പിന്നെ എന്താണ് മോനെ എന്ന് വിളിക്കണ? കള്ളനെ സഖാബെ എന്ന് വിളിച്ച് എനിക്ക് ശീലമില്ല, സാഹിബ് എന്ന് വിളിച്ചിട്ട് ശീലമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നേതാവ് കള്ളനായതുകൊണ്ട് ഞാൻ അയാളെ കള്ളൻ തന്നെ പറയും. അപ്പൊ ആ പറഞ്ഞതിന് എന്നോട് പറഞ്ഞു നടക്കൂല, കേസ് കൊടുക്കാൻ പോയി സുപ്രീം കോടതി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി ആ കേസ് ചവറ്റുകൊട്ടയിലേക്ക് എറിയുമ്പോ ഏകദേശം ഒരു 5 കോടി രൂപയോളം നിങ്ങൾ KM ഷാജിയുടെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ കള്ളക്കേസാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഉളുപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉളുപ്പിന്റെ വളപ്പ് കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ ദയവേത് തിരിച്ചടക്കാനുള്ള മര്യാദയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അത് നിങ്ങളും മക്കളും കൂടി കട്ടുകൊണ്ടുപോയ സ്വത്ത് നിർത്തടച്ചാലും മതി, നിങ്ങൾക്ക് ആക്ഷേപമില്ല. അത് തിരിച്ചടക്കണം. എന്തിന്റെ പേരില്? കെജ്രിവാളിനെ ജയിലിലേക്ക് പറഞ്ഞയച്ച വക്കീലാണ് എന്റെ ഓപ്പോസിറ്റിൽ എനിക്കെതിരെ വാദിക്കാൻ വന്നത്.
ശരിയാണെന്നല്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഞാന് ഇവിടെ കയറി നിൽക്കുക, നിങ്ങൾ പറഞ്ഞിട്ട് വന്നതാ. അവിടെ നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ വലിച്ചിറക്കുക. നമ്മളെ വൈകാടിന്റെ വോളണ്ടിയർമാർ ഇവിടെ നടക്കൂലേ? നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളെക്കാൾ ഉയരത്തിൽ കയറി നിൽക്കുന്നത്. അപ്പൊ ഞാൻ മാന്യനാവണ്ടേ? ഈ കേസ് വന്നപ്പോ ഒരു 10 റുപ്യ കേസ് നടത്താൻ ഞാൻ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നട്ടല് തിരിച്ചു നിൽക്കാനുള്ള ബാധ്യത എനിക്കാണ്. അത് തെളിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചു. ഞാൻ എന്റെ ഒരു സംശയമല്ല, ഞാനൊരു വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളൊന്നുമല്ല. അത്യാവശ്യം ജീവിച്ചു പോകാനാവും. അതുകൊണ്ട് ഞാൻ കേസ് നടത്തുന്നു. എന്റെ സഖാവേ, ഇതൊരു സാധാരണക്കാരന് പറ്റുമോ? ഒരു പാവപ്പെട്ടവരാണെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അധികാരമുണ്ടെന്ന് കരുതിയിട്ട് എന്ത് തെമ്മാടിത്തരവും കാട്ടാമെന്ന് നിങ്ങൾ ആരാ പഠിപ്പിച്ചത്? നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, ആരെ പേരിൽ കള്ളക്കേസ് എടുക്കാം. ഈ കേസുകൾ എടുക്കുമ്പോ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ മെനക്കെടുക. അല്ല, ഇതെന്താണെന്നറിയോ? നിങ്ങള് എന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. ചെലവാക്കുക, ഭരണകൂടങ്ങളുടെ വേട്ടയാടുക. വീട്ടു നമ്പറില്ല, 10-14 കേസ്, എവിടുന്ന എപ്പോഴാ ഒരു യാത്ര നടത്താൻ കഴിയില്ല, കുടുംബത്തിന് എന്തെങ്കിലും ചടങ്ങുണ്ടാകുമ്പോ കോടതിയിൽ നോട്ടീസ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും കുറേയൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്നും ശല്യം ഉണ്ടാവുമല്ലോ. ഭാര്യയും മക്കളൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, എന്ത് പണിയപ്പ, നിങ്ങൾ എന്തിന്റെ പണിയാണ്, എന്തിന്റെ കാറ്റാ നിങ്ങൾക്ക്, ഒന്ന് അടങ്ങിയതൂടെ? അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിന് ചെറിയൊരു വിഷമാവും. അപ്പോഴാണ് ഇടനിലക്കാർ വരിക. എന്നിട്ട് വന്നിട്ട് പറയും നമുക്കൊന്ന് അവസാനിപ്പിക്കാതെ, ഒരു വിഷമമൊന്നും ഇല്ലാതെ, അല്ലേ? എന്നിട്ട് ഈ സമ്മർദ്ദം ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാളാണ്. കുഞ്ഞാവട്ടിക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എതിർക്കുകയാണ്. അതിശക്തമായിട്ട് ഞാൻ എതിർത്തോണ്ടിരിക്കുമ്പോ ഒരു സുപ്രഭാതം മുതൽ ഞാൻ എതിർപ്പങ്ങ് കുറയ്ക്കുകയും പിന്നെ മൂപ്പരൊക്കെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് എന്താണ്? ഇരട്ടി വിശുദ്ധിയോടെ അദ്ദേഹത്തെ ജനങ്ങൾ കാണും. കണ്ടോ? ഷാജിക്ക് മനസ്സിലായിട്ടാ? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച മുഖ്യമന്ത്രിയെ ഞാൻ പെട്ടെന്ന് സൈലന്റ് ആവുക, അദ്ദേഹമായിട്ട് അങ്ങനെ ഒന്നും പറയാതെ വെക്കുക. അപ്പൊ സഖാക്കൾക്ക് എന്താണ്? ഇരട്ടി എഫക്റ്റ് ആണ്. അതാണ് ഇതിലെ ഒരു കുഴപ്പം. ഇത് ഷാജിയേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് പിണറായി വിജയനാണ്. കാരണം തന്റെ മകളെ രക്ഷിച്ചെടുക്കാൻ ആ മനുഷ്യൻ RSSന്റെ മുമ്പിൽ സുക്കൂത്തായത് നമ്മൾ കണ്ടതാണ്. സഖാവ് പിണറായി വിജയൻ അങ്ങനെ RSSകാരൻ വരുമ്പോ സുക്കൂത്താവാതിരിക്കാൻ ഒറ്റ കാര്യം വേണ്ടു. എന്താ? നിങ്ങൾ ഇരട്ടച്ചങ്കല്ല, ഒറ്റച്ചങ്ക് മതി. പക്ഷേ ഒരു നട്ടല് നടുപ്പുറത്ത് ധൈര്യപൂർവ്വം ഉണ്ടാവണം. അതിങ്ങനെ മറ്റേ വടിയും കുന്തത്തിന്റെ മുമ്പ് കൂടെ നടന്നിരുന്നു, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറഞ്ഞ് മൈക്കാരോട് ചൂടായിട്ടൊന്നും കാര്യമില്ല. അതിന് നട്ടല് വേണം. RSSന്റെ മുമ്പിൽ പിണറായി വിജയൻ സുക്കൂത്തായതിന് ഒറ്റ തെളിവ് മതി. ഇന്ത്യ മുഴുവൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തൊട്ടടുത്ത ദിവസം വിദേശയാത്രക്ക് പോയത് ആരെ പേടിച്ച? മോദിയെയും അമിത്ഷയെയും പേടിച്ചിട്ടല്ലെന്ന് പിണറായി വിജയൻ പറയാൻ പറ്റുമോ? എന്റെ സഖാവ് പിണറായി വിജയ, ഞങ്ങൾക്ക് നിങ്ങളുള്ള പുച്ഛം എന്താണെന്ന് അറിയോ? ഞങ്ങള് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇതിനേക്കാൾ വലിയ വില പറയാൻ വന്നവരുടെ മുമ്പിൽ ആ മനുഷ്യൻ തലകുനിച്ചു കൊടുത്തിട്ടില്ല. അദാനി വില പറഞ്ഞിട്ടുണ്ട്. പലരും ഈ പറയുന്ന പിണറായി വിജയനടക്കം കളിയാക്കിയിട്ടുണ്ട്. അപ്പു എന്ന് വിളിച്ചിട്ടുണ്ട്, പപ്പു എന്ന് വിളിച്ചിട്ടുണ്ട്, മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല ആ മനുഷ്യൻ. കേൾക്കുമ്പോഴൊക്കെയും അയാളുടെ ഉള്ളിലേക്ക് നോക്കി, തന്നിലേക്ക്. അവിടെ അയാൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടക്കുമ്പോഴും ഞാൻ കഴിഞ്ഞതിന് മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഞാൻ പറഞ്ഞു, കഴിഞ്ഞതിന് മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, നിങ്ങളിത് സഖാക്കളെ, ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ഫാഷിസം ഇന്ത്യയെ വിഴുങ്ങുകയാണ്. ഈ വണ്ടിയിൽ നിങ്ങൾ കയറിക്കോ രാഹുൽ ഗാന്ധിയുടെ കൂടെ, ഇനി വണ്ടി വരാനില്ല. ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു, ഫാഷിസ്റ്റുകൾ ജയിച്ച തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സഖാക്കൾ തുടങ്ങിയില്ലേ എന്നോട്, ഷാജി ലാസ്റ്റ് ബസ് പോയോ, ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ബസ് വരാനുണ്ടോ, ഇഞ്ചി എന്നൊക്കെ വിളിക്കണ മാതിരി ആ സീസൺ മുഴുവൻ ലാസ്റ്റ് ബസ് ആയിരുന്നു. അതായിരുന്നു പിന്നെ സഖാക്കളുടെ പരാക്രമം. എന്താ എന്റെ സഖാക്കളെ, നിങ്ങൾ മനസ്സിലാക്കിയോ? ഈ തെരഞ്ഞെടുപ്പിൽ ആ ലാസ്റ്റ് വണ്ടിയിൽ നിങ്ങൾ കയറിയതോടാണ് ഇപ്പൊ ആഫീസിൽ കാണുന്ന ആ അരിവാളും ചുറ്റിക നക്ഷത്രമില്ലേ, അത് അവിടെ കിടക്കണത്. അല്ലെങ്കിൽ പല ആക്രിക്കടയിലും പോയിട്ട് തിരയേണ്ടി വരുമായിരുന്നു നിങ്ങൾ. ആ മനുഷ്യന്റെ വണ്ടി കയറിയിട്ടാണ് അറിയോകള്. അതേ രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രയാണമാണ് ലീഗ് നടത്തുന്നത്. അത് നിങ്ങൾ ചോദിക്കണല്ലോ, കോൺഗ്രസുമായിട്ട് കോൺഗ്രസിന്റെ കീഴടങ്ങലൊന്നുമല്ല. ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങള്? എന്തിനാണ്? നാളെ കോൺഗ്രസിനെ അതിശക്തമായി വിമർശിക്കാൻ കഴിയുന്ന ജനാധിപത്യം ഇവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ്.
ഞങ്ങൾ നാളെയും കോൺഗ്രസിനെതിരെ പോരാട്ടം നടത്തും. അതുണ്ടാവണമെങ്കിൽ ഇവിടെ ഫാഷിസ്റ്റുകൾ ഭരിച്ചുകൂടാ. കോൺഗ്രസ് ഭരിക്കും അറിയില്ലേ? ഈ കോഴിക്കോട് കടപ്പുറത്ത് വന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റു പറയുന്നുണ്ട്, ലീഗിനെ ആക്ഷേപിച്ചിട്ട് പരിഹസിച്ചിട്ട് ചത്ത കുതിരയാണ്. എത്ര പരിഹാസ്യാണത്! എല്ലാ പ്രതിപക്ഷ ബഹുമാനത്തോടെയും CH പറഞ്ഞു, അല്ല പണ്ഡിറ്റ്ജി, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. കാലം പിന്നെയും കഴിഞ്ഞു. ഇന്ത്യയുടെ പാർലമെന്റിലെ വിവാഹ നിയമ ബില്ല് വരികയാണ്. എല്ലാവരും യെസ് യെസ് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ്, തുർക്കി തൊപ്പി വെച്ച ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുന്നുണ്ട് നോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നോക്കുകയാണ്. ബി പോക്കർ സാഹിബാണ്, മുസ്ലിം ലീഗിന്റെ MP ആണ്. മുസ്ലിം ലീഗിനോട് നെഹ്റുവിന് രാഷ്ട്രീയമായ വിരോധമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പാർലമെന്റിൽ പറഞ്ഞത് ബി പോക്കറിന്റെ ശബ്ദം ഇന്ത്യയിലെ ഒറ്റപ്പെട്ട ശബ്ദമല്ല, അത് ഇന്ത്യയിലെ മുസ്ലിമിന്റെ ശബ്ദമാണെന്നാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കമ്മ്യൂണിസ്റ്റുകാരാണ്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ കമ്മ്യൂണിസത്തിന് ഫാഷിസത്തിന് സമാനമായ രൂപഭാവങ്ങളുണ്ട്, നിനക്കറിയില്ല. പലപ്പോഴും പറയുന്നത് തമാശയുണ്ട്. ഈ പണ്ടത്തെ ആളുകളൊക്കെ പ്രസംഗിക്കുന്നവരൊക്കെ പറയും, ഞാൻ ചെറുപ്പത്തിൽ പലരും പറഞ്ഞു കേട്ടതാണ്, ഈ ഒരു നായ ഇന്ത്യയിലേക്ക് വരിക, ഇന്ത്യയിൽ നിന്നൊരു നായ ചൈനയിലേക്ക് പോവുക. അപ്പൊ ചൈനയിലേക്ക് പോകുമ്പോൾ അതിർത്തിയിൽ വെച്ച് ഈ രണ്ട് നായ്ക്കളും കണ്ടുമുട്ടുകയാണ്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യം. അപ്പോ ചൈനയിലേക്ക് പോകുന്ന, ഇന്ത്യയിലേക്ക് വരുന്ന, ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന നായയുണ്ട്. ചൈനക്കാരൻ നായ ചോദിച്ചു, അല്ല നീ എന്തിനാ ചൈനയിലേക്ക് പോണത്? നായ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ, ഇന്ത്യയിൽ പട്ടിണിയും ദാരിദ്ര്യമാണല്ലോ, എന്തൊക്കെ തിന്നാൻ കിട്ടും വിചാരിച്ചിട്ട് പോവാണ്. അപ്പോഴാണ് ഇന്ത്യയിലെ നായ നോക്കുന്നത്, ചൈനത്തെ നായ ഒരു തടിച്ചു കൊടുത്ത നായയാണ്. അപ്പൊ ചൈനത്തെ നായനോട് ചോദിച്ചു, അല്ല നീ എന്തിനാ ഇന്ത്യക്ക് പോണത്? ചൈനത്തെ നായ പറഞ്ഞു, ജന്മം നായൻ്റെതായിപ്പോയില്ല, ഒന്ന് കുരക്കണ്ടേ, കുരക്കാൻ വേണ്ടി പോവാണ് ഇന്ത്യയിലേക്ക്. അവിടെ കമ്മ്യൂണിസ്റ്റ് പറയാൻ കുരക്കാൻ പറ്റൂല. എന്റെ സഖാവേ, നിനക്ക് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിന്റെ ജന്മപ്രശ്നമാണ്. 80കൾ വരെ ഒരു CPM-ന്റെ ആഫീസിനകത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാക ഉയർത്തിയിട്ടില്ല. ആരോപണമല്ല, സത്യമാണ്. നിങ്ങൾ അതുവരെ ഇന്ത്യൻ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ വന്നിട്ടില്ല. CPI വന്നിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്, ഒന്നല്ലല്ലോ. RMP ഉണ്ട്, CMP ഉണ്ട്, CPI ഉണ്ട്, എന്താണ് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, നിരവധി സംഘടനകളുണ്ട്. എന്തിനാ ഇതുപോലൊരു പാർട്ടി? CPM തകർന്നു പോയാൽ ഒരു ചുക്കില്ല, ഒന്നും സംഭവിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് നന്മയുടെ ഒരു കണികയില്ല. കട്ട് തിന്ന് കക്ക നക്ക മുക്ക എന്നല്ലാത്ത ഒരു ഏർപ്പാടില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സംഘടന. എന്തിന് BJP വരുമെന്നോ? BJP ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്താണ് BJPയെ തകർക്കുന്നത്. അത് പാലക്കാട് മനസ്സിലായില്ലേ? നിങ്ങളൊരു ഡയലോഗ് ഉണ്ട് ഇടക്കിടക്ക്, ഞങ്ങൾ ക്രോസ് വോട്ട് ചെയ്യലാണ്. ഏത് BJP വരുമെന്ന് വരുമ്പോ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ജയിക്കുന്ന. പാലക്കാട് വിളവ് മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു പുല്ല് ക്രോസ് വോട്ട് വന്നിട്ടില്ല. അവിടെ ചെയ്യേണ്ടവർ നേരെ ചൊവ്വെ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു. നിങ്ങളുടെ വോട്ടോ നിങ്ങളെ പറ്റിയിട്ടുണ്ട്. അതൊരു പുല്ല് വിലയിലാണ് അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായാലോ? അത് 3ാം സ്ഥാനത്താണ്. ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾ ചേർന്ന് നിന്നാൽ അതിനപ്പുറം ഒന്നുമല്ല CPM-കാരാ നീ. നിങ്ങൾ ഇന്ന് രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായി ലോകത്തു തകർന്ന പോലെ പതനത്തിലേക്കാണ്. ആ തിരിച്ചറിവാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടത്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലാണ് അമേരിക്കയെ അതിശയിപ്പിച്ചുകൊണ്ട് ട്രംപ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് നടത്തുന്നത്. ജോർജ് ബൈഡൻ ദയനീയമായി തോൽക്കുന്നത് അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ പിൻബലമില്ലാത്തത് കൊണ്ടല്ല. അമേരിക്കയിലെ സെക്കുലറിസ്റ്റുകളും ഡെമോക്രാറ്റുകളും ഒക്കെ ചേർന്നാണ് ബൈഡനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ലോകത്തെ മുഴുവൻ നിരാശപ്പെടുത്തിയാണ് ബൈഡൻ തന്നെ 5 കൊല്ലം കഴിച്ചത്. ഫലസ്തീനിൽ നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ നിർവഹിക്കാവുന്ന ഒരു ഉത്തരവാദിത്തമല്ല അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് ബൈഡൻ ചെയ്തത്. വളരെ പച്ചയായി ഇസ്രായേലിന്റെ കൂടെ നിൽക്കുകയും
ഇസ്രായേൽ വീഴ്ത്തുന്ന മനുഷ്യന്റെ പാലസ്തീനികളുടെ ചോരയെ സന്തോഷകരമായി സ്വീകരിക്കുകയും ചെയ്തു ബൈഡൻ എന്നത് ബൈഡനെതിരെയുള്ള ഒരു ജനരോഷം അവിടെ രൂപപ്പെട്ടു വന്നു. അമേരിക്കയുടെ സായാഹ്നങ്ങൾ പ്രക്ഷുബ്ധമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. പ്രത്യേകിച്ച് ഇസ്രായേൽ ഫലസ്തീനിൽ ആക്രമണം നടത്തുന്ന സമയം മുതൽ ടൈംസ് സ്ക്വയറിലൊക്കെ ജനപ്രവാഹമായിരുന്നു പലപ്പോഴും സന്ധ്യാസമയങ്ങളിൽ. കമലാ ഹാരിസിനെ വെച്ച് പരീക്ഷിക്കാൻ ബൈഡൻ തീരുമാനിച്ചെങ്കിലും ജനങ്ങൾ ബൈഡനെ നിരാകരിച്ചത് അവരെ വഞ്ചിച്ചു എന്നതിന്റെ പേരിലാണ്. ഇതൊരു പാഠമാണ്. രണ്ടാമത്തെ കാര്യം, വലിയ പ്രതീക്ഷകളൊന്നും ട്രംപിൽ വെക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക എന്നൊക്കെ പറയുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി പോലീസ് ചമഞ്ഞ് അമേരിക്ക ഇങ്ങനെ അവരുടെ തന്നെ ഒരു യശസ്സും പണവും കളയേണ്ടതില്ല, അമേരിക്കയെ സ്വയമേവ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ബൈഡന്റെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു കാഴ്ചപ്പാട്. ഇസ്രായേലിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന അഭിപ്രായവും ഇതിനിടയിൽ ട്രംപ് പ്രകടിപ്പിക്കുകയുണ്ടായി. വിശ്വസിക്കാവുന്നതല്ലെങ്കിലും പ്രതീക്ഷാ നിർഭരമാണ് ആ വാക്കുകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഗൗരവപ്പെട്ട പാഠം ജനങ്ങളുടെ വിശ്വാസത്തെ അട്ടിമറിക്കുന്ന ഭരണകൂടം, അവരെത്ര വലുതായാലും മികച്ചതായാലും അവരെ നിരാകരിക്കാൻ കെൽപ്പുള്ള ഒരു ജനാധിപത്യം ലോകത്തിലെ ഏതു രാജ്യങ്ങളിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമങ്ങളുടെ ഒരു ഘടകം അതാണെങ്കിലും നിങ്ങൾ എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കഴിഞ്ഞ ഒരു വർഷമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ജാഗ്രത കുറഞ്ഞിട്ടുണ്ടോ? സോഷ്യൽ മീഡിയകളിൽ, പത്രപ്രവർത്തനങ്ങളിൽ നിരന്തരമായിട്ടുള്ള നമ്മളുടെ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധമായ ജാഗ്രതയുടെ ഒരു കുറവുണ്ടോ? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ രാഹുൽ കയറിയത് കൊണ്ട് മാത്രം അവസാനിക്കുന്ന സമരമാണോ നമ്മൾ നടത്തേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു നിശബ്ദത വന്നത്? എവിടെ എത്തി നിൽക്കുന്നു ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? എത്ര ഭീകരമാണതെന്ന്, എത്ര അപകടകരമാണതെന്ന്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എവിടെയാണ്? നിങ്ങൾ ഇന്ന് പരിശോധിക്കൂ. ഇന്ത്യയുടെ GDP 5.6 നിൽക്കുന്നത്. ഇതിന്റെ അപകടം എന്താണെന്ന് അറിയുമോ? ഇന്ന് ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ പര്യാപ്തമല്ല അവർ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പോലും. ഈ സാമ്പത്തികാവസ്ഥ ഒരു രാജ്യത്തിന് മിനിമമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 10% GDP ആ രാജ്യത്തിന് ഉണ്ടാവണം, വളർച്ചയുണ്ടാവണം. നമ്മൾ നിൽക്കുന്നത് 5.6. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഇന്നത്തെ ഡോളറിന്റെ വിലയൊന്ന് നോക്ക്. ഞാൻ വരുമ്പോൾ നോക്കിയതാണ്, 85 രൂപയാണ്. 85 രൂപയാണ്. സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഡോളറിനെ 40 കൊണ്ടുവരും. 40. സുരേന്ദ്രൻ ഒരു 60. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡോളറിന് 85 രൂപയായ സമയമുണ്ടോ? ചെറുവണ്ണൂരിലെ പ്രവാസികൾക്ക് ഒരു സന്തോഷമുണ്ട്, റിയാൽ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കൂടുന്നുണ്ട്. പക്ഷെ അത് ആത്യന്തികമായ ഗുണമല്ല. ഈ രാജ്യത്തിന്റെ വില ഇടിയുകയാണ്. ഡോളറിന്റെ വില അപകടകരമായി കുതിക്കുന്നു. മെട്രോ നഗരങ്ങളിൽ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്ന് തൊഴിലാളികൾ പറയുന്നു. എല്ലായിടത്തും നിങ്ങൾ കാർ കമ്പനികൾ, ഇപ്പോ കേരളത്തിൽ നിങ്ങൾ ഇവിടെ പോയാൽ ഒരു കാറിന് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ കിട്ടില്ല, ബുക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതൊരു പ്രവാസി സ്റ്റേറ്റ് ആണ്. നിങ്ങൾ കേരളത്തിന് പുറത്തു നോക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ കമ്പനിയാണ് മാരുതി. അതിന്റെ ഉടമ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇത്ര മുതൽ മുടക്ക് കൊണ്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ കുറവാണ്. എന്തെന്നാൽ വിപണിയിൽ എടുക്കാൻ ആളുകളില്ല.
ഏറ്റവും കൂടുതൽ മാർക്കറ്റ് സെക്കൻഡ് സെയിലിലാണ്. ഇന്ത്യയിലെ കാർ വിപണിയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായ പ്രതിസന്ധിയാണ്, പ്രയാസമാണ്. ഇതൊക്കെയാണെങ്കിലും ചിലർക്ക് ഇതൊന്നും ബാധകമല്ല. ഉദാഹരണത്തിന് അദാനി, ഗൗതം അദാനിക്ക് ഇതൊരു പ്രശ്നമേ അല്ല. ഈ സാമ്പത്തിക പ്രയാസങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല. നിങ്ങളറിയുമോ, സോളാർ പവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടന്ന അഴിമതിയിൽ 2200 കോടിയാണ് ആക്ഷേപം. 2200 കോടിയുടെ ആക്ഷേപത്തിൽ അദാനിയുണ്ട്. അതുകൊണ്ട് തന്നെ യുഎസിന്റെ പ്രോസിക്യൂട്ടർ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ത്യക്ക് അപമാനമല്ലേ അത്? കെനിയ പോലെ ഒരു രാജ്യം പറഞ്ഞിരിക്കുന്നു, ഇയാൾ കൊള്ളാം, തരക്കടില്ല, പക്ഷേ ഇതുപോലെ ഒരു കാട്ടുകള്ളനോട് ചേർന്ന് ഈ രാജ്യത്തിന് ഒരു എഗ്രിമെന്റ് ചെയ്യാൻ വയ്യ. അദാനിയുമായുള്ള ഇടപാടുകൾ കെനിയ പരിശോധിക്കാൻ പോവുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ അദാനിയെ കൈവിടുമ്പോൾ ഇന്ത്യയില് ആന്ധ്രാപ്രദേശ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആന്ധ്രാപ്രദേശിൽ BJPയുടെ സഖ്യകക്ഷിയാണ്. ആ ആന്ധ്രാപ്രദേശ് പറയുന്നത് ഞങ്ങൾ ഗൗതം അദാനിയുമായുള്ള എല്ലാ ബിസിനസ്സുകളും പുനരാലോചിക്കാൻ പോകുന്നു എന്നാണ്. സ്നേഹമുള്ളവരെ, ഈ സമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഇടതുപക്ഷ സർക്കാർ ഗൗതം അദാനിയുമായി പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് വ്യത്യാസം. രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങള്? ഗൗതം അദാനിയെ ജനമധ്യത്തിൽ എക്സ്പോസ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി വലതുപക്ഷവും ഗൗതം അദാനിക്ക് കേരളത്തിന്റെ തെരുവുകളിൽ ചുവന്ന പരവതാനി വിരിക്കുന്ന CPM ഇടതുപക്ഷവുമാകുന്നു എന്നതാണ് ഇതിലെ ഒരു തമാശ. അതെങ്ങനെയാണ് ആവുക? CPM-കാരാ ഗൗതം അദാനിക്ക് ചുവന്ന പരവതാനി വിരിക്കുന്ന നിങ്ങൾ ഇടതുപക്ഷം, ആ അദാനിയെ നഖശിഖാന്തം പലവട്ടം വില പറഞ്ഞിട്ടും ആ വഴിക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധി വലതുപക്ഷവും. കേരളത്തിലെ ഒരു സാമ്പത്തികമായ അവസ്ഥയുടെ അടിസ്ഥാന ഘടകത്തിൽ നിന്നാണ് അദാനിയെ സ്വീകരിക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് കേരളം വരുന്നത്. സ്വന്തമായ നിലപാടുകളില്ല, സ്വന്തമായ രാഷ്ട്രീയ രീതികളില്ല, സ്വന്തമായ സാമ്പത്തിക കാഴ്ചപ്പാടുകളില്ല. RSSന് വഴിപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റായി, എത്ര വലിയ കാട്ടുകള്ളന്മാർക്കും വന്ന് ഇറങ്ങാവുന്ന ഒരു സ്റ്റേറ്റായി, ഇവിടുത്തെ എല്ലാ നല്ല പദ്ധതികളും പുറത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു സ്റ്റേറ്റായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്ന 2 വാർത്തയുണ്ട്. അതിലൊന്ന്, ടീകോം കമ്പനി നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, ടീകോം ഇന്റർനെറ്റ് സിറ്റി ടീകോമിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിരുന്ന കമ്പനി വരുമ്പോ എന്തുമാത്രം പ്രതീക്ഷയായിരുന്നു കേരളത്തിന്. കാര്യമെന്ത്? ടീകോം UAE നിന്ന് വരികയാണ്. UAE ഗവൺമെന്റിന്റേതാണ്. UAE എത്രമാത്രം പ്രതീക്ഷയാണ്. എത്ര മലയാളികൾ, എത്ര ഇന്ത്യക്കാർ ജീവിച്ചു പോകുന്നത് ആ മണ്ണിൽ നിന്നാണ്. അവിടെ വിദേശത്ത് അല്ലെങ്കിൽ UAE അവരുടെ കമ്പനികൾ ലോകത്തിലെ പല രാജ്യങ്ങളിൽ ലാഭകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലേക്ക് വരുമ്പോൾ അന്ന് VS അച്യുതാനന്ദൻ ചെറിയ ഒരു കളി കളിച്ചപ്പോൾ ടീകോം പറഞ്ഞു ഞങ്ങൾ പോവാൻ. പക്ഷെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. അച്യുതാനന്ദന് അത് സ്വീകരിക്കേണ്ടി വന്നു. ടീകോമിന് വഴിയൊരുക്കേണ്ടി വന്നു. ടീകോം വാഗ്ദാനം ചെയ്തത് ആദ്യം 90,000 പേർക്ക് തൊഴിലെന്നാണ്. ആ ടീകോം ഇന്ന് പടിയിറങ്ങാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ IT കൊണ്ട് പണമുണ്ടാക്കുന്ന ആധുനിക കാലത്ത് ടീകോമിനെ പറഞ്ഞയക്കുന്നു കേരളം. ആയിക്കോട്ടെ, ടീകോം പോകട്ടെ. പക്ഷെ ടീകോമിന് പകരം ആരാണ് കേരളത്തിലേക്ക് വരുന്നത്? നിങ്ങളുടെ QLCC ആണോ? നിങ്ങളുടെ ഊരാനുങ്കലാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മറുപടി പറയണം. ടീകോമിന് പകരം IT രംഗം വാഴാൻ വരുന്നത് ഊരാനുങ്കലാണോ? അതല്ല. മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മോഷൻ ഉണ്ടല്ലോ, ക്യാമറകൾ വെച്ച് കച്ചവടം ചെയ്ത അമ്മോഷൻ, അയാളാണോ? അതല്ല. മുഖ്യമന്ത്രിയുടെ മകൾ സാക്ഷാൽ വീണയാണോ? അതുമല്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മെജോറിറ്റിയുള്ള ഏത് കമ്പനിയാണ് ഇത് നടത്തുന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. UAE പോലെ ഒരു വലിയ രാജ്യത്ത് നിന്ന്, ഒരു സമ്പന്നമായ രാജ്യം, ലോകത്ത് മുഴുവൻ പ്രീതി പിടിച്ചുപറ്റിയ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ കമ്പനിയെ കേരളത്തിന്റെ തെരുവിൽ നിന്ന് ആട്ടിപ്പറിച്ചു കൊണ്ടുപോകുമ്പോ
അവിടെ വരുന്നത് ആരാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിനാമി കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയാവുന്ന ഈ ഊരാലുങ്കലാണോ? ഉത്തരം പറയേണ്ട കാര്യമല്ലേ? എത്ര പാവങ്ങളുടെ നടുവടിച്ച കമ്പനിയാണത്? ചോദിച്ചാൽ പറയും സൊസൈറ്റിയാണ്. ഇവിടെ വന്ന് ചോദിച്ചാൽ സഖാക്കൾ പറയാണ് ഊരാലുങ്കൽ സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി ആയിട്ട് നിനക്കെന്താ കാര്യം? ഒന്ന് പറഞ്ഞേ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി, നാട്ടിന് ഉപകാരപ്രദമായി പ്രവർത്തിക്കുന്നതല്ലേ സൊസൈറ്റി? സൊസൈറ്റി കോർപ്പറേറ്റ് ആയാൽ ഈ പറയുന്ന ചെറുവണ്ണൂരിലെ സഖാവിന് ഗുണമുണ്ടോ? ഇവിടുത്തെ നിങ്ങളുടെ MLA മരുമോന് ഗുണമുണ്ടാവും, പിണറായിയുടെ കുടുംബത്തിന് ഗുണമുണ്ടാവും. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഗുണമെന്തേ? നിങ്ങളൊന്ന് പറ. കോടാനുകോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഈ പറയുന്ന ഊരാലുങ്കൽ, അതിൽ പണം നിക്ഷേപിച്ചവരാരാണ്? ആരാതിന് പണം കൊടുത്തത്? അപ്പൊ ഒരു ഭീഷണിയാണ്. ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഏത് കൊമ്പത്ത രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചു പറയുക. അവരെ പറയാൻ നിങ്ങൾ തയ്യാറാവ്. എന്തിനാ നിങ്ങൾ മറച്ചു വെക്കുന്നത്? അവരാരും ആവട്ടെ. അതിനകത്ത് ഷാജിയുടെ പേരുണ്ടോ? നിങ്ങൾ വിളിച്ചു പറയേ. ഞാൻ നിയമസഭയുടെ അകത്ത് പറഞ്ഞല്ലോ, ലോകത്തിലെ മുഴുവൻ ബിനാമി പണക്കാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും പണം കൊണ്ടുവന്ന് നിങ്ങൾ നടത്തുന്ന ഊരാലുങ്കൽ ഈ ചെറുവണ്ണൂരിലെ ആ പാവപ്പെട്ട കോൺട്രാക്ടറിന്റെ നടുപൊടിച്ചില്ലേ? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ കോൺട്രാക്ടർമാർ വടിയാധാരമായില്ലേ? കേരളത്തിലെ A ക്ലാസ് B ക്ലാസ് കോൺട്രാക്ട് പണിയെടുത്ത എത്ര പേർ അവരുടെ തൊഴിലുപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്? നാട്ടും പുറത്ത് കിട്ടിയിരുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങൾ, ചായപ്പീടികകൾ, അവരുടെ പണികൾ, അവരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കച്ചവടങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരു സഖാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ തൊഴിൽ പോലും പോയി. ആയിരക്കണക്കിന് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരികയാണ്. അവർ വരുമ്പോ ഇവിടുത്തെ സാധാരണക്കാരന്റെ തൊഴിൽ പോലും പോവുക. ഇതേ പറയുന്ന ഈ കമ്പനി പതുക്കെ പതുക്കെ IT മേഖലയിലേക്കും കടന്നു. ഈ കടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവിടെ ടീകോമിനെ നിങ്ങൾ പറഞ്ഞു വിടുന്നത്. ചോദ്യം ഇതാണ്, ടീകോം എന്ന് പറയുന്ന ലോകത്തിലെ ക്രെഡിബിൾ ആയിട്ടുള്ള UAE ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഈ കമ്പനി ഇവിടെ നിന്ന് പോകുമ്പോൾ ആരെയാണ് നിങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്? ഉത്തരം പറയാൻ ബാധ്യതയില്ല. ഇന്ന് വന്ന വാർത്തയാണ്. ഇത്രമേൽ ചെറുപ്പക്കാർ നിരാശരാകുന്ന, ഇത്രമേൽ ചെറുപ്പക്കാർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വന്നില്ലേ? നിങ്ങൾ ഇവിടെ ഭരിക്കുകയാണ്. രണ്ടാമത് വേറൊന്ന് നിങ്ങൾക്ക് ഇന്ന് കിട്ടി. ജനങ്ങൾക്ക് എന്താ? KCBയുടെ ബില്ല് കൂടി. ആർക്കൊരു പ്രശ്നമില്ല. KCBയുടെ ബില്ല് കൂടി. ജനങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രമായാലും കേരളമായാലും മനുഷ്യരെ എത്രമേൽ അപകടകരമായി. നേരത്തെ സൈഡ് പറഞ്ഞവിടെ വീടിന്റെ നികുതി മുതൽ എവിടെയാണ്, എന്തിനാണ് ആശ്വാസകരമായ ഒരു നടപടിയുള്ളത്? എല്ലാം ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പ്രവൃത്തിയുമില്ല. അത് വരുന്നിടത്ത്, ആ ചർച്ച വരുന്നിടത്ത് അനാവശ്യമായ ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു വിടുക. ഇതാ ഇവിടെ കുറച്ചപ്പുറം പോയി നോക്കും നിങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു നാടിന്റെ പ്രതീക്ഷകൾ, ഈ നാട്ടിന്റെ ജനങ്ങളുടെ. എങ്ങനെയാ CH മുഹമ്മദ് കോയ സാഹിബ് അത് കൊണ്ടുവരുമ്പോ ഏതെങ്കിലും പാർട്ടിയുടേതാണ്, സംഘടനയുടേതാണ്, മനുഷ്യരുടേതല്ലേ, ജനങ്ങളുടേതല്ലേ? ഈ മലബാറിന്റെ പ്രതീക്ഷയായിരുന്നില്ലേ ആ യൂണിവേഴ്സിറ്റി? ഇത്രമേൽ അക്കാഡമിക്കലായി തകർന്നു പോയ ഒരു യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഗാന്ധി യൂണിവേഴ്സിറ്റി, കേരളത്തിലെ നിരവധി യൂണിവേഴ്സിറ്റികൾ. അവിടെ പോകാൻ, പഠിക്കാൻ, ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരാൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രം തയ്യാറെടുക്കുന്നു ചെറുപ്പക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും പുറത്ത് പഠിക്കാൻ പോവുകയാണ്. ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താണ്? ആരോഗ്യത്തിന്റെ സ്ഥിതി എന്താണ്? കഴിഞ്ഞ 8 കൊല്ലക്കാലം നിങ്ങളുടെ ഈ ഭരണത്തെ കുറിച്ചൊന്ന് വിലയിരുത്തി നോക്ക്. ഇവിടെയുമില്ലേ ഭരണത്തിൽ അമിതമായ സ്വാധീനമുള്ള ഒരു MLA, ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി. നിങ്ങൾ ചോദിക്കുക, ആർക്കാ ഉപകാരം ഉണ്ടായത് ഈ നാട്ടില്? ഏത് തരത്തിലുള്ള പുരോഗതിയാണ് നാട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നു പാലക്കാട്. നിങ്ങൾക്ക് കളിക്കാവുന്ന എല്ലാ വൃത്തികെട്ട കളികളും നിങ്ങൾ കളിച്ചു. ഏതെല്ലാം കളികൾ കളിക്കാൻ പറ്റും? ഓരോ മതത്തെയും വേർതിരിച്ച് വോട്ടുകൾ ഉണ്ടാക്കാവുന്ന വഴികൾ എന്താണ്? എല്ലാം പരിശോധിച്ചു. മാപ്പിളപത്രത്തില് പരസ്യം അല്ലേ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലൊക്കെ കിട്ടാവുന്ന വിടവുകളിലൂടെ കടത്തിവിടൽ. എങ്ങനെ ആളുകളെ അവിടെ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ഒരു ധൈര്യമുണ്ട്, പ്രശംസനീയമായ ധൈര്യം. അതെന്ത്? സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് വരുമ്പോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലും പൂമാലയിട്ട് ആ മനുഷ്യൻ സ്വീകരിച്ചു. ഇതൊരു ധൈര്യമാണ്. പലരും പറഞ്ഞു ഇപ്പൊ വേണമായിരുന്നോ, BJPയെ പ്രകോപിപ്പിക്കണമായിരുന്നോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ,
ഈ കളിക്കുന്ന ഈ പരസ്യം കൊടുത്തിട്ടും ഇത്തരത്തിൽ കളിക്കുന്ന വൃത്തികേട് കളിക്കുന്ന ഈ ആൾക്കൂട്ടമുണ്ടല്ലോ, അത് BJP ആയാലും RSS ആയാലും ഏത് കൊമ്പത്തോനായാലും അവന്റെ ഒന്നും ഉള്ളിലുള്ള ജനങ്ങളുടെ വോട്ട് എന്ന് പാലക്കാട് തെളിയിച്ചിട്ടാണ് അവർ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നത്. സന്ദീപ് വാര്യരെ എടുത്തത് ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളുടെ വിധി തീരുമാനിച്ചു. പക്ഷേ എന്റെ ചോദ്യം CPM-കാരോട്, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രയാസം എന്താണ്? നിങ്ങൾ അതൊന്ന് പറഞ്ഞേ. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാസു CPM-ലേക്ക് വരുമ്പോൾ ആർക്കാ പ്രതിഷേധം ഉണ്ടായിരുന്നത്? OK വാസുവിനെ അറിയില്ലേ CPM-കാർക്ക്? OK വാസു കടുത്ത RSS-കാരനല്ലേ. കണ്ണൂരിലെ കലാപരാഷ്ട്രീയത്തിൽ വെട്ടും കുത്തും ചവിട്ടുമായി CPM-ഉം RSS-ഉം പരസ്പരം മത്സരിച്ചപ്പോൾ മറുഭാഗത്ത് ആസൂത്രണത്തിന്റെ തലപ്പത്ത് നിന്നവനല്ലേ വാസു. ആ വാസു CPM-ലേക്ക് വന്നപ്പോ നമ്മൾ സന്തോഷിക്കുകയല്ലേ ചെയ്തത്? മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ വാസു. എന്നിട്ട് നിങ്ങൾ ദേവസ്വം ബോർഡല്ലേ വാസുവിന് കൊടുത്തത്? എന്താ അതിന് കുഴപ്പമുള്ളത്? വാസു വന്നതിനേക്കാൾ എന്ത് അപകടമാണ് CPM-ൽ വന്നതിനേക്കാൾ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നാൽ ഉണ്ടാവുക. സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് CPM-ൽ പോവാതിരുന്നത്? അതിലെന്ത് കാര്യമുള്ളത്? BJP-യിൽ നടക്കുന്ന നരാധമത്വത്തിലും മനുഷ്യവിരുദ്ധതയിലും തോന്നിയാസത്തിലൊക്കെ ദേഷ്യം പിടിച്ച് ഒരുത്തന്നെ വരുമ്പോ അയാൾ CPM പോയിട്ട് എന്താ കാര്യം? അതേ സ്വഭാവം തന്നെയല്ലേ അവിടെ ഉള്ളത്? അതന്നെയല്ലേ അവിടെ ഉള്ളത്? BJP-യുടെ ഒരു B ടീമിലേക്ക് പോകാൻ തനിക്ക് മനസ്സില്ല എന്ന് സന്ദീപ് വാര്യർ തീരുമാനിച്ചു. അയാൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു. അതെന്തോ പൊളിറ്റിക്സ് ആവട്ടെ, അതെന്തോ രാഷ്ട്രീയമാവട്ടെ, പക്ഷെ അതിന് നിങ്ങൾ എന്തിനാണ് സാദിഖലി തങ്ങളുടെ മേക്കിട്ട് കയറുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം മലപ്പുറത്ത് വന്ന് സാദിഖലി തങ്ങളെ കണ്ടു. കാര്യം എന്ത്? രണ്ടു കാര്യമുണ്ട്. ഒന്ന്, മലപ്പുറത്ത് സാദിഖലി തങ്ങളെ കാണുമ്പോ അദ്ദേഹം UDF-ന്റെ നേതാവാണ്. ഒന്ന്. രണ്ടാമത്, വെറുപ്പിന്റെ വിത്ത് മുളപ്പിക്കാൻ നാട് മുഴുവൻ ഓടി നടന്ന തന്റെ യൗവനം ചെലവഴിച്ച ഒരു ചെറുപ്പക്കാരൻ, പരമതദ്വേഷം കൊണ്ട് മനസ്സിൽ മുഴുവൻ മറ്റുള്ളവർക്കെതിരെ വെറുപ്പ് നിറപ്പിച്ച ഒരു കലാപത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് മറുപടി വിട പറയുമ്പോൾ അയാൾ കാണാൻ പോകേണ്ടത് ആരെയാണ്? അത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അവരോട് പറയേണ്ടതിന് ആ സ്നേഹത്തിന്റെ നിറകുടങ്ങളോട് സംസാരിച്ചു വേണം തുടങ്ങണമെന്ന് സന്ദീപ് വാര്യർ തീരുമാനിച്ചാൽ അതിലെന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ തങ്ങളെ ആക്ഷേപിക്കുന്നത് എന്താ? സഖാവ് പിണറായി വിജയൻ അറിയാമോ? നിങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ദിവസം ആ മനുഷ്യൻ എറണാകുളത്താണ്. എവിടെ പോയത്? അവിടെ അദ്ദേഹം ചെല്ലുന്നത് മുനമ്പം ഇഷ്യൂസിൽ സംസാരിക്കാനാണ്. ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, മുനമ്പം വിഷുവിന്റെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അത് ചെറിയ പ്രശ്നമല്ല. ഇന്നലെ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ എന്നോട് ചോദിച്ചു പ്രതിപക്ഷ നേതാവ് അത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞല്ലോ എന്ന്. അദ്ദേഹം അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അദ്ദേഹത്തിന്റെ വിഷയമാണ്. ഞങ്ങളുടെ പ്രശ്നം അതല്ല, അത് വഖഫ് ഭൂമി തന്നെയാണ്. അത് ഞങ്ങൾക്ക് സംശയമില്ല. വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജാണ്. അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുനമ്പം വിഷയത്തിൽ അവിടുത്തെ വിക്ടിമുകളുടെ പ്രശ്നമുണ്ട്. അവിടെ പാപങ്ങളായി ഭൂമി വാങ്ങിയ ആളുകളുണ്ട്. അവരുടെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷെ അവർക്ക് ആ ഭൂമി ആരാ വിറ്റത്? അതിന്റെ പിറകിൽ ആരാ കളിച്ചത്? ആ കളി അല്ലേ ഗവൺമെന്റ് പുറത്തു കൊണ്ടുവരേണ്ടത്? അവരല്ലേ കുറ്റക്കാർ? അത് ആരായിരുന്നാലും ഫാറൂഖ് കോളേജിൽ ചരിത്രം പരിശോധിച്ചാൽ ആ കോളേജിന്റെ കയ്യിലുള്ള ഭൂമി ഇത് മാത്രമായിരുന്നോ? അല്ലല്ലോ. ഫാറൂഖ് കോളേജിന് കേരളത്തിന്റെ തെരുവുകളിൽ പലയിടങ്ങളിൽ ഈ മലബാറിൽ നൂറുകണക്കിന് ഏക്കറുകൾ ഭൂമികൾ വിറ്റുകൊടുത്ത ചരിത്രമുണ്ടല്ലോ. മഹാനായ സീതി സാഹിബ് ആ സ്ഥാപനം ഉണ്ടാക്കുമ്പോ സീതി സാഹിബിന്റെ കുടുംബത്തിൽ നിന്ന് പോലും മുസ്ലിം ലീഗിന്റെ കാർ വിറ്റുണ്ടാക്കിയെന്ന് നമ്മൾ പുരാണം പറയുന്ന, ചരിത്രം പറയുന്ന ആ സ്ഥാപനമുണ്ടല്ലോ. ആ സ്ഥാപനം എങ്ങനെയാണ് അവർക്ക് അത് വഖഫ് ഭൂമി എന്ന് പറയാൻ അധികാരമുള്ളത്? ഗവൺമെന്റ് ലീഗ് പരിശോധിക്കേണ്ട വിഷയമാണോ? കോൺഗ്രസ് പരിശോധിക്കേണ്ട വിഷയമാണോ? CPM പരിശോധിക്കേണ്ട വിഷയമാണോ? ആ വിഷയം പരിശോധിക്കേണ്ടത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഭൂമി കൊടുത്തതാരാണ്? ഞങ്ങൾ ഇപ്പോഴും ആ മനുഷ്യരുടെ കൂടെയാണ്. അത് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് കളവ് പറഞ്ഞിട്ടൊന്നുമല്ല. അത് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അത് വഖഫ് ഭൂമിയാണെങ്കിൽ വഖഫ് ഭൂമിയാണ്. ഏതെങ്കിലും കേരളത്തിലെ ഒരു വിശ്വാസ സ്ഥാപനങ്ങൾക്ക് ഭൂമി വഖഫായി കൊടുത്താൽ
അവർക്കിത് വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ അധികാരമൊന്നുമില്ല. അത് ഫാറൂഖ് കോളേജല്ല, ഏത് കോളേജ് ആയാലും, ഏത് മതസ്ഥാപനമായാലും, ഏത് പൊതുസ്ഥാപനമായാലും അവർക്ക് അധികാരമില്ല. പിന്നെ ആരാണ് ഇതിന്റെ ഉടമകള്? കണ്ടുപിടിക്കണ്ടേ? ഈ ഭൂമി ആരാ വിറ്റത്? അതിന്റെ ഇടനിലക്കാർ ആരാ തിന്നത്? ഇനി ഈ ഭൂമിയിൽ ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഒരു സമരം നടക്കുന്നത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ മുനമ്പം ഇഷ്യൂ. ഞങ്ങൾ അസന്നിഗ്ധമായി പറയുന്നു, കേരളത്തിലെ മതസംഘടനകൾ ഒരുമിച്ച് പറയുന്നു, മുസ്ലിം ലീഗ് അതിന്റെ തലപ്പത്തു നിന്ന് പറയുന്നു, ഞങ്ങൾ അവിടുത്തെ ഇരകളുടെ കൂടെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും അവർക്ക് ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് സഖാവ് പിണറായി വിജയന്റെ മന്ത്രിക്ക് വാതുറക്കേണ്ടി വന്നത് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ്. എന്തു വിഷമാണല്ലോ എന്റെയൊക്കെ മുമ്പ് മനസ്സിലുള്ളത്. എന്തിനാ നിങ്ങളത് പറയാതിരുന്നത്? ഹോട്ടലുകൾക്ക് മാത്രമാണ് നോട്ടീസ് കൊടുത്തത് എന്ന് പറയാതെ ഇവിടെ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാക്കി മുനമ്പം ഇഷ്യൂവിനെ മാറ്റാൻ നിങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ട സമീപനം എന്താണ്? അങ്ങനെ ഒരു സമീപനം നിങ്ങൾ നയിക്കുമ്പോഴാണ്, നിങ്ങൾ പറയുമ്പോഴാണ് മുനമ്പം ഇഷ്യൂവിന്റെ പേരില് അത് പരിഹരിക്കാനുള്ള പരിശ്രമവുമായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. ആ മനുഷ്യരെ നിങ്ങൾ ആക്ഷേപിക്കാൻ അപ്പൊ നിങ്ങൾ ചോദിച്ചു തങ്ങളെ വിമർശിച്ചൂടെ? എന്താണോ തങ്ങളെ വിമർശിച്ചാൽ? തങ്ങൾക്ക് വല്ല അമാനുഷികതയുള്ളൂ? അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ? അദ്ദേഹം വിമർശനത്തിന് അതീതനാണോ? വിമർശിക്കാം, ഇത് ജനാധിപത്യ രാജ്യമാണ്, വിമർശിക്കേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ എന്തിന്? അതിന് ഉത്തരം പിണറായി വിജയൻ പറയണം, പറഞ്ഞേ മതിയാവൂ. എന്താ നിങ്ങളുടെ ചോദ്യം എന്നറിയോ? ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്, ഈ മുസ്ലിങ്ങൾ മാത്രം, ഈ ലീഗ് മാത്രം ഈ മതേതരത്വം തെളിയിച്ചാൽ മതിയോ? ഞങ്ങളിങ്ങനെ ഈ മതേതരത്വത്തിന്റെ കാട് കേശിലേക്ക് അടക്കുക, ഇടക്കിടക്ക് സഖാക്കൾ വരുമ്പോ നോക്ക്, ഞങ്ങൾ ഉറച്ച മതേതരവാദിയല്ലേ, പോയി പണി നോക്കണോ? നീ ആരാണോ ഞങ്ങളോട് മതേതരത്വം ചോദിക്കാൻ? നീ ആര്? ഈ രാജ്യ സ്വതന്ത്രമാവുമ്പോ ഈ നാടിനെ ഒറ്റുകൊടുത്ത RSSകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? നീ എപ്പോഴാണ് ഈ രാജ്യം അംഗീകരിക്കാൻ തുടങ്ങിയത്? ഞങ്ങളുടെ മതേതരത്വം അളക്കാൻ നിന്റെ മുമ്പിൽ ഒരു കാടും കാണിക്കണ്ട. നിന്റെ തല പിടിച്ച് മണ്ണിലേക്ക് അമർത്തിയാൽ മണ്ണിന്റെ മണത്തിൽ ഞങ്ങളുടെ പിതാമഹന്മാരുടെ ചോരയുടെ മണം ഉണ്ടാവും. അതൊന്നും മണത്താൽ മതി, നിന്റെ ബോധ്യമാകും. മനസ്സിലായോ നിനക്ക്? ഇടക്കിടക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതേതരത്വം തെളിയും. നീ പറയുമ്പോഴൊക്കെ ജമാഅത്തെ ഇസ്ലാമി SDP ചീത്ത പറയ, നീ വേറെ ആളെ നോക്കണോ? അത് എപ്പോഴാണ് അവരെ പ്രതിരോധിക്കേണ്ടത്, എപ്പോഴാണ് തടുക്കേണ്ടത്, എപ്പോഴാണ് എതിർക്കേണ്ടത് എന്ന് നിന്റെ ചീട്ട് കിട്ടിയിട്ടല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുക. ഞങ്ങൾക്കതറിയാം, ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ മണ്ഡലങ്ങൾ എടുത്തു നോക്കൂ, ഈ ജില്ല എടുത്തു നോക്കൂ. ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ അവിടെയാണല്ലോ SDP തോറ്റത്, അവിടെയാണ് ജമാഅത്തിന്റെ വെൽഫെയർ തോറ്റത്, അവിടെയാണ് മദനിയുടെ PDP തോറ്റത്. മനസ്സിലായത് നിങ്ങൾക്ക്? ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ എങ്ങനെയാണോ RSSനെ പ്രതിരോധിച്ചത്, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് വരുന്ന തീവ്രവാദത്തെയും ചെറുത്തത്. ഞങ്ങൾ അവരുടെ ആരുടെയും കൂടെ നിന്നിട്ടില്ല, ഞങ്ങൾ അവരുടെ ആരുടെയും കൂടെ ചേർന്ന് നിന്നിട്ടില്ല. അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ ഒരു സമയവും കണ്ടെത്തിയിട്ടില്ല. ഒരു കാര്യം CPM മനസ്സിലാക്കുക, ഈ പറയുന്ന ഈ മണ്ഡലത്തിലടക്കം, ബേപ്പൂരടക്കം ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി CPM മത്സരിച്ച സമയത്തും നിങ്ങളുടെ കൂടെയല്ല ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി നിന്നത്. ലീഗ് മാത്രമല്ല, അവരൊരു തീവ്രവാദ സംഘടനയും അംഗീകരിച്ചിട്ടില്ല, അവരുടെ കൂടെ നിന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഇവരോട് ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് പിണറായി വിജയനും P ജയരാജനും മുസ്ലിം മത തീവ്രവാദത്തെ കുറിച്ച് വളരെ വൈകാരികമായ പുസ്തകം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യാൻ P ജയരാജന്റെ പുസ്തകം മതഭീകരതക്കെതിരെ. ആര്? കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരനായ P ജയരാജൻ. ഷുക്കൂർ എന്ന് പറയുന്ന ഒരു 19 വയസ്സുകാരന്റെ ചോര കയ്യിൽ പുരണ്ടു എന്നതിന്റെ പേരിൽ കേരള ഹൈക്കോടതിയിൽ CBIയുടെ കോടതി കയറി ഇറങ്ങുന്ന ഇയാളാണ് മതഭീകരതക്കെതിരെ സംസാരിക്കുന്ന മനുഷ്യൻ. അറിയോങ്ങള്? അയാളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ മുസ്ലിങ്ങൾക്ക് തീവ്രവാദിയായി പോകുന്നതിലാണ് നിങ്ങൾക്ക് ബേജാറുള്ളൂ CPMകാരാ? എടോ, ഇവിടെ ഒരു കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഏറ്റവും നീചമായ വർഗീയത പ്രചരിപ്പിക്കുന്ന കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്.
ഈ കാസയെ കുറിച്ച് എന്താ പിണറായി വിജയൻ സംസാരിക്കാത്തത്? എന്താ കാസ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, ചില വൈദികന്മാരെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. എന്താ കാസ ഇവിടെ വളരുന്നതിൽ ഇവിടുത്തെ CPM-മാർക്ക് പരാതിയില്ല? എടോ, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സംഘടിപ്പിക്കുന്ന സംഘടനയല്ലേ കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസ് ഈ കാസയുമായുള്ള ഈ വളർച്ചയിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം എന്ന് എന്താ പിണറായി വിജയൻ പറയാത്തത്? ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനോട് പറയണ്ട, PJ ജോസഫിന്റെ കേരള കോൺഗ്രസിന്റെ UDF-ല് അവരോട് പറയാ, ഈ കാസയെ സൂക്ഷിക്കണമേ നിങ്ങളെന്ന് എന്താ ഇവിടുത്തെ ബിഷപ്പുമാരോട് പിണറായി വിജയൻ പറയാത്തത്? ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം വിശുദ്ധരായി നടന്നാൽ മതിയോ? നിങ്ങൾ അവരെ മാത്രം നന്നാക്കിയാൽ മതിയോ? വേറെ ഒരു വർഗീയത നിങ്ങൾക്ക് ആശങ്കയില്ല? ഇവിടുത്തെ തെരുവുകളിൽ മതേതരവാദികളായിട്ടുള്ള ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ വർഗീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തുന്ന RSS-നോട് സഖാവ് പിണറായി വിജയ നിങ്ങൾക്കൊരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ബേജാറുമില്ല? അവരെ കുറിച്ച് നിങ്ങൾക്കൊരു വിഷമവുമില്ല? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും RSS നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്നു, CPM-നകത്ത് പോലും. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? ഏറ്റവും വലിയ തെളിവല്ലേ? അങ്ങനെ RSS നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുമ്പോ നിങ്ങൾക്ക് ഇതിൽ ആശങ്കയില്ല? CPM-ലടക്കം എന്റെ CPM-കാരാ വയനാട്ടില് ഇതാ പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകുമ്പോ വയനാട്ടിലെ 175 ബൂത്തുകളില് UDF-ന്റെ തൊട്ടു താഴെ BJP-യാണ്. ഒറ്റ പാർട്ടി 175 ബൂത്തില്. എനിക്ക് വലിയ ആശങ്കയും കടുത്ത വിഷമവുമുണ്ട്. ഞാനൊരു വയനാട്ടുകാരൻ എന്ന നിലക്ക് വയനാട് പോലെ ഇത്രമേൽ രാഷ്ട്രീയ സൗഹൃദവും മതസൗഹൃദവും മനുഷ്യ സൗഹൃദവും ഒക്കെ നിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ വളർന്നു വരുന്നതിൽ ആശങ്കയുണ്ട്. ആശങ്കയോടെ ചോദിക്കട്ടെ, CPM-കാരാ രണ്ടാം സ്ഥാനത്ത് നീ വരേണ്ട 175 മണ്ഡലങ്ങൾ RSS കൈയടക്കുമ്പോ എവിടെയാണ് പിണറായി വിജയൻ നിനക്ക് വിഷമമില്ലാത്തത്? എന്താ ഒരു വിഷമവും സങ്കടവും ഇല്ലാത്തത്? അപ്പോഴങ്ങനെ ലീഗിനെ നന്നാക്കാൻ വരികയാണ്. കേരളത്തിന്റെ തെരുവിൽ നിന്ന് BJP-കാർ CPM-കാർ BJP-യിലേക്ക് കൊഴിഞ്ഞു പോവുകയാണ്. ഞാൻ കണ്ണൂരിലാണ്, 10 കൊല്ലം അവിടുത്തെ MLA ആണ്. എനിക്കറിയാം കണ്ണൂരിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ BJP-യുടെ കൊടി ഉയരുന്നു. CPM-ൽ നിന്ന് പോകുന്നത് ഈ കടുത്ത വിദ്വേഷം കോൺഗ്രസിന് പ്രചരിപ്പിക്കുന്ന CPM-കാർ പകരം അവർ തെരഞ്ഞെടുക്കുന്നത് BJP-യാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലാ ഓഫീസ് BJP-യുടെ കണ്ണൂരിലാണ്. കഴിഞ്ഞ 15 കൊല്ലക്കാലത്തിലെ BJP-യുടെ വളർച്ചയുടെ റേഷ്യോ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കണ്ണൂരാണ്. CPM-കാരാ നിങ്ങൾക്കതിൽ ആശങ്കയില്ല, ഒരു പ്രയാസമില്ല? മെനഞ്ഞാന്ന് തിരുവനന്തപുരം ജില്ലാ CPM-ന്റെ സെക്രട്ടറി ജോയിയുടെ ഒരു പത്രസമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോയിയുടെ അടുത്ത് നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ആരാ കടകംപള്ളി? മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കടകംപള്ളി അടുത്ത് നിൽക്കുമ്പോൾ ജോയി പറയാൻ CPM-ന്റെ ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് പതുക്കെ പോകുന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇതെന്തു തമാശയാണ് CPM-കാരാ? CPM-ന്റെ ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് പതുക്കെ പോകുന്നത് എനിക്കറിയാമായിരുന്നു എന്ന് ഒരു ജില്ലാ CPM സെക്രട്ടറി ജോയ് പറയുക. നിങ്ങളിൽ എത്രമാത്രമാണ് BJP ഫാക്ടറികൾ കടന്നു കൂടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് BJP നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത്? ഒരൊറ്റ കാര്യം CPM ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടാണ് CPM-ൽ നിന്ന് കൊടിഞ്ഞു പോകുന്നവർ കോൺഗ്രസിനെ തെരഞ്ഞെടുക്കാത്തത്? അതൊരു ചോദ്യമല്ലേ? സത്യത്തിൽ നമുക്കൊക്കെ വേണമെങ്കിൽ കോൺഗ്രസിനെ കുറ്റം പറയാൻ വേണ്ടി പറയാം. കോൺഗ്രസ് ആണ് BJP-ക്ക് ബദലായി CPM-ൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കേണ്ടത്. എന്തേ സ്വീകരിക്കാത്തത്? കാര്യം എന്താണെന്നറിയോ നിങ്ങള്? CPM-ൽ നിന്ന് അവൻ ശീലിക്കുന്ന അവന്റെ സകലമാന ഗുണ്ടായുധം, മനുഷ്യരെ വെട്ടിക്കൊല്ലലാവട്ടെ, അവരെ ആക്രമിക്കലാവട്ടെ, എന്തുതരം തോന്നിവാസങ്ങളാവട്ടെ, ഈ തോന്നിവാസങ്ങൾക്ക് സമാന്തരമായി കിടപിടിച്ചു നിൽക്കാവുന്ന ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഗുണ്ടാ പൊളിറ്റിക്സിന് സമാന്തരമായി നിൽക്കുന്നത് BJP-യാണ്, കോൺഗ്രസ് അല്ല. ഒരു ഗ്രാമത്തിൽ CPM ഗ്രാമത്തിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങിയാൽ അവന് കായികമായ സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസിനാവില്ല. അതൊരു ദുർബലതയാണോ?
ജനാധിപത്യ രാജ്യത്തെ എനിക്കറിയില്ല. പക്ഷെ അവർക്കാവില്ല, അത് BJP-ക്കാണ്. അതുകൊണ്ട് നിന്റെ അക്രമ രാഷ്ട്രീയത്തിന് ബദലവർ തെരഞ്ഞെടുക്കുന്നത് BJP-യാണ്. ഈ മനുഷ്യത്വ വിരുദ്ധതയുടെ രാഷ്ട്രീയമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഇപ്പൊ ഏറ്റവും അവസാനം കണ്ണൂരിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ പരിശോധിക്കുക. നവീൻ ബാബുവിന്റെ മരണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്, എനിക്ക് വലിയ സന്തോഷവും വലിയ ആഹ്ലാദവും. എന്തെന്നാൽ നവീൻ ബാബുവിന്റെ മരണം നടക്കുമ്പോൾ ആ മരണം ഒരു കൊലപാതകമാണ് എന്ന സംശയം സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അത് ആദ്യം പറയേണ്ടി വന്നു എന്നത് ഞാനൊരു കണ്ണൂർക്കാരൻ ആയി എന്ന നിലക്കുള്ള എന്റെ മുകളിലുള്ള എന്റെ മനസ്സിന്റെ സമ്മർദ്ദമാണ്. ചില കാരണങ്ങൾ അതിനകത്തുണ്ട്. എന്റെ ഒറ്റ സംശയം, എന്തുകൊണ്ടായിരുന്നു നവീൻ ബാബു? നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ഒരു ഓഫീസിലെ ക്ലർക്കല്ല, അയാൾ ADM ആണ്. ജില്ലയിൽ കലക്ടറുടെ താഴെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ 2 പെൺമക്കള് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നുണ്ട്. മക്കളെ, ഞാൻ നാളെ വരില്ല, എന്നെ കാത്തിരിക്കരുത്, ഞാൻ അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ്, എന്നെ ഇതാ ഇവർ അപമാനിച്ചിരിക്കുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഒരു കുറിപ്പാ മനുഷ്യൻ ഇതില്ലേ? ഒരു കുറിപ്പാ മനുഷ്യൻ പറയില്ലേ? ഒരു SMS, ഒരു വാട്സാപ്പ്. ഭാര്യയോട്, 2 പെൺമക്കളാണ് നമ്മൾക്ക്, ഞാൻ പോവാണ്, നീ അവരെ നോക്കണം. ഒരു ഉപദേശം പറയില്ലേ? കൊടുക്കില്ലേ? സ്വാഭാവികമായി നിങ്ങൾ ഓർത്തു നോക്ക്, അങ്ങനെ ഒരു കുറിപ്പ് അവിടെ ഇല്ല. എനിക്ക് കണ്ണൂർ അറിയാലോ. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന വീടും കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയും തമ്മിൽ ഒരു പരമാവധി പോയാൽ 2 കിലോമീറ്റർ. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് 20-ലധികം കിലോമീറ്റർ. അവിടെ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന CPM-ന്റെ ആധിപത്യമുള്ള ആശുപത്രിയാണ്. അവിടേക്ക് എന്തിനാണ് നിർബന്ധപൂർവ്വം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്? ഞാനത് പ്രസംഗിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത് കണ്ണൂരിലെ CPM ആണ്. അത് ഇവിടെ വന്നിട്ട് ആളുകളെ സോപ്പിട്ട് ചിരിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കണ്ണൂരിൽ തന്നെ പോകണം, അനുഭവിച്ചറിയണം. ഫറൂഖ് മനസ്സിലാവില്ല. അത്രമേൽ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഓർഗനൈസേഷനാണ് കണ്ണൂരിൽ P. ജയരാജൻ എന്ന് പറയുന്ന മനുഷ്യനടക്കം നേതൃത്വം കൊടുക്കുന്ന, പിണറായി വിജയനടക്കം നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസത്തിന്റെ കാപാലിക രാഷ്ട്രീയം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നവീൻ ബാബുവിന്റെ ഇഷ്യൂ മാത്രമല്ല, കുഞ്ഞനന്തന്റെ മരണത്തിൽ സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു എടുത്തുചാട്ടല്ലായിരുന്നോ? ആര്? നമ്മളുടെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഷാജിയെ പൂട്ടുന്നാ പറഞ്ഞത്. ഷാജിക്കെതിരെ കേസ് കൊടുക്കും. ഞാൻ പേടിച്ചു വരച്ചു പോയി. ഞാൻ ജീവിതത്തിൽ ഇതുവരെ കേസ് കാണാത്ത ആളാണ്. എന്നെ പേടിപ്പിക്കാൻ എന്തോ കേസെടുക്കാത്തത്? സഖാവേ, ഈ നാട്ടിലെ നിഷ്പക്ഷമായ ചിന്താഗതിയുള്ള ഒരു സഖാവിനോട് ഞാൻ ചോദിക്കട്ടെ, പാർട്ടി യോഗത്തിൽ ചോദിക്ക്, ഷാജിക്കെതിരെ എന്താ കേസെടുക്കാത്തത്? ഞാൻ ചെറിയ ആരോപണമല്ലല്ലോ ഉന്നയിച്ചത്. കുഞ്ഞനന്തൻ എന്ന് പറയുന്ന നിങ്ങളുടെ കൊലപാതകത്തിന്റെ സൂത്രധാരകൻ അയാൾ വെറുതെ മരിച്ചുപോയതല്ല, ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന എന്റെ ആരോപണം. എന്താ കേസെടുക്കാത്തത്? നിങ്ങൾ എടുത്തില്ല. ഞാൻ പറയുന്നു, നവീൻ ബാബുവിന്റെ വിഷയം തൊട്ടില്ല. നിങ്ങള് അനങ്ങിയാൽ എന്റെ പറകിൽ വരുന്നവരല്ലേ, എന്താ നിങ്ങൾ പറയാത്തത്? സഖാക്കൾ ആലോചിക്കേണ്ടത്, നവീൻ ബാബു ഒരു കോൺഗ്രസ് ഫാമിലി അല്ല, നവീൻ ബാബുവിന്റെ ഭാര്യ ഒരു കോൺഗ്രസുകാരിയല്ല, നവീൻ ബാബുവിന്റെ മക്കൾ KSUക്കാരല്ല, അവരൊക്കെയും CPM കുടുംബാണ്. പത്തനംതിട്ടയിലെ CPM ഉറച്ചു നിൽക്കുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കൂടെ. ഒരു പാർട്ടിക്കാരന് നീതി കൊടുക്കാൻ കഴിയാത്തത് എന്താണ്? അതറിയണമെങ്കിൽ ദിവ്യയെ പോയി പരിശോധിക്കുക. ദിവ്യ വെറും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണോ? അവളുടെ മുൻദേഷ്യമാണോ? അല്ലല്ലോ. സമ്പാദിച്ചു കൂട്ടിയ ബിനാമി സ്വത്തുക്കളെ കുറിച്ചുള്ള ആരോപണങ്ങൾ പോയി അന്വേഷിക്കുക. ദിവ്യയുടെ കൂട്ടുകച്ചവടക്കാരനായ ഷാജർ പോയി അന്വേഷിക്കുക. ബ്ലോക്ക് പ്രസിഡന്റാണ്. ദിവ്യയും ഷാജറും അടങ്ങുന്ന അവിടുത്തെ ബിസിനസ് ശൃംഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂർക്കാരനായ വിവാദ നായകനാണ്. അന്വേഷിച്ചു നോക്ക്. ആരോടോ കച്ചവടം ചെയ്യാത്തത്? നിങ്ങളുടെ MLA ഇല്ലേ? ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മരുമകനല്ലേ?
ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള അഴിമതിയുടെ ഒരു ചെറിയ ഇടത്ത് നിങ്ങൾ എന്താ ചെയ്തത്? ഞാനിപ്പോ കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ വീട് കുഞ്ഞാമക്കാനൊന്നായിരിക്കൂല, നിങ്ങൾ ആർക്കും ആയിരിക്കൂല, എൻ്റെ വീടാണ്. 4 തവളയാണ് അളന്നിട്ട് ചെരുവൊളിപ്പിച്ചു. എന്താണ് ഒരു ചെറിയ പൈപ്പ് മാറ്റിച്ചു. ഇതെന്താ പൈപ്പ് ഇങ്ങനെ? അപ്പൊ ഞാൻ പൈപ്പ് എന്നാക്കും. ഇതെന്താ സൈഡ് ഇങ്ങനെ? അപ്പൊ ഞാൻ സൈഡ് എന്നാക്കും. 4 തവണ എൻ്റെ വീട്. എന്നിട്ടോ നമ്പർ ചോദിച്ചപ്പോ പറയാണ് ഒരു ഉളുപ്പില്ലാതെ. കോർപ്പറേഷന്റെ സെക്രട്ടറി പറയാണ് ഒരു നിവൃത്തിയില്ല സാറേ, തരാൻ പറ്റൂല എന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചു എന്തിന്? അത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ കോടതിയിൽ നിന്ന് വാങ്ങിക്കോളൂ. ഞാൻ പിന്നെ ഒക്കെ കോടതിയാണല്ലോ വാങ്ങണത്, ഞാൻ അതും കോടതിയിൽ നിന്ന് വാങ്ങി. പക്ഷെ ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ ഞാൻ അഴീക്കോട്ടിലെ ഒരു MLA ആണ്. ഈ കേരളം മുഴുവൻ തീരദേശമാണ്. ഇതാ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ തീരദേശമുണ്ട്. നിങ്ങൾ ചാലിയത്ത് പോയി നോക്ക. അവിടെ പോയിട്ട് ആ തീരദേശത്ത് പാർക്കുന്ന ഒരു പാവം മനുഷ്യനോട് ചോദിക്കുക. കരഞ്ഞയാള് പറയും, ഒരു വീട് വെക്കാൻ, ഒരു ചെറിയ കൂര കെട്ടാൻ അവന്റെ ഭൂമിയിൽ നിയമം അനുവദിക്കുന്നില്ല. CRZ ആണ്. അതെന്റെ മണ്ഡലത്തിലുണ്ട്. ഞാൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഒരു അമ്മയെ കൊണ്ടുവന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ മനുഷ്യന്റെ കണ്ണ് നിറയുന്നത്. ആ മനുഷ്യന് കണ്ണ് നിറയും. കാരണം അയാൾക്ക് ഇരട്ട ചങ്കില്ല, പക്ഷേ ഒരു ചങ്കയുള്ളൂവെങ്കിലും നല്ലൊരു ഹൃദയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. കണ്ണിൽ വെള്ളം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് എന്നോടും പ്രതാപനോടും പറഞ്ഞു, നമുക്കിവിടെ ഒരു നിയമം കൊണ്ടുവരാം. ആ നിയമം പാസ്സാവില്ല. ഒരു ശ്രമമായിരുന്നു. കാരണം സെൻട്രൽ ഗവൺമെന്റിനാണ് CRZ തീരുമാനിക്കുന്നത്. പക്ഷെ അത് ഈ ചാലിയത്തെ പാവത്തിന് മാത്രം ബാധകാണോ? ബേപ്പൂരിലെ പാവങ്ങൾക്ക് മാത്രം ബാധകാണോ? മുഖ്യമന്ത്രിയുടെ മരുമോന് ബാധകല്ല? ഞാൻ പറയട്ടെ, കേരളത്തിലെ സ്പീക്കറുടെ ബന്ധുവടക്കം, കോഴിക്കോട് ജില്ലാ CPM-ന്റെ നേതാക്കന്മാരടക്കം, ഈ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാരടക്കം പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമുണ്ട് അവിടെ. ഒന്നല്ല, അവിടെ നിങ്ങൾ പോയി നോക്ക്. നിങ്ങൾക്ക് അവിടെ ഇസ്രായേലിന്റെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, സ്റ്റാർബക്സ്. ഇസ്രായേലിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത് സ്റ്റാർബക്സ്. വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും ബഹിഷ്കരിച്ചു. അമേരിക്കയിലൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥ വന്നത്. ആ കമ്പനി നടത്തുന്ന ഒരു ഹോട്ടലിൽ പോയി നിങ്ങൾ ഇരുന്നാൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഗ്ലാസ് തുറന്നാൽ നിങ്ങളുടെ കോഫിയിൽ മധുരത്തിന് പകരം ഉപ്പ് വരും. കാര്യം എന്താണ്? തിരയടിച്ചു കയറുന്നത് ആ കെട്ടിടത്തിനകത്താണ്. ആ തിര വന്ന തമാശയല്ലത്, കോഴിക്കോട് ബീച്ചിലെ കാര്യമാണ്. അല്ലാതെ റഷ്യയിൽ സഖാക്കൾ വരുന്നവർ റഷ്യത്തെ കാര്യമൊന്നുമല്ല. പോയോക്കങ്ങള് തിരയടിക്കുന്നത് സ്റ്റാർബക്സ് കോഫിയുടെ ബിൽഡിങ്ങിലാണ്. എടോ, ഈ CRZ നിയമാണോ? ബാധകല്ല. ഒരുപാട് ഹോട്ടലുകൾ നിങ്ങൾ സഖാക്കൾ പെർമിഷൻ വാങ്ങി കൊടുത്തല്ലോ. ഈ കോഴിക്കോട് കോർപ്പറേഷൻ, കോഴിക്കോട്ടിൽ കാണുന്ന ഒരു വലിയ പരസ്യ വിപണനമുണ്ട്. ഈ പറയുന്ന ഈ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മരുമകനടക്കം പങ്കാളിത്തമുള്ള ഇടപാടുകൾ. ഒന്നല്ല കോഴിക്കോട് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ അടക്കം ചേർന്ന് നടത്തുന്ന കള്ളക്കച്ചവടം എത്ര ഭീകരമാണെന്നറിയോ നിങ്ങൾ? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് നീതിയില്ല, അവർക്ക് അനുകൂലമായില്ല. ഇതിന് സമാനമായ കർമ്മം തന്നെയാണ് അവിടെയും ദിവയും കൂട്ടരും ചെയ്യുന്നത്. എന്നിട്ടൊരു മനുഷ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സഖാവിന്റെ പാരമ്പര്യമുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ CBI അന്വേഷിക്കണമെന്ന് പറയുന്നിടത്തേക്ക് ആ കേസ് പോയി. എനിക്ക് അതിന് സന്തോഷവും. എന്തെന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം CPM ആണ്. പക്ഷെ ഞാൻ ഒരു പൊതുപ്രവർത്തകനല്ലേ. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണം? കണ്ണും കാതും തുറന്ന് കാത്തിരിക്കണം, ശ്രദ്ധിക്കണം. നമുക്ക് ഒരു സംഭവത്തെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനോ ആരെങ്കിലും പറയുന്ന പോലെ വിശ്വസിക്കാനുള്ളവരല്ല ജനാധിപത്യ രാജ്യത്തിലെ പൊതുപ്രവർത്തകന്മാർ. രാജാധിപത്യത്തിൽ രാജാവ് പറഞ്ഞത് കേൾക്കുക, പ്രജകൾ തലയാട്ടുക. പൗരൻ പക്ഷേ അങ്ങനെയല്ല. എനിക്ക് സംശയമുണ്ട് കുഞ്ഞനന്തന്റെ മരണത്തിൽ, എനിക്ക് ഫലമായ സംശയമുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ. ഞാനത് പറഞ്ഞു. ഇതാണ് പ്രശ്നം. പറയാൻ പാടില്ല എന്നാണ്. കണ്ണൂരിൽ ഇത് പറയാൻ പാടില്ല, കണ്ണൂരിൽ പറയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞതിനല്ലേ നിങ്ങൾ എന്നെ വേട്ടയാടിയത്? ഞാൻ എന്ത് അപരാധമാണ് ഈ നാട്ടിൽ ഈ ഗവൺമെന്റിനോട് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി പറയും, അല്ലെങ്കിൽ മരുമകനെങ്കിലും പറയും. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? നിങ്ങൾ അറിയുമോ? ഞാൻ മത്സരിക്കാൻ പോകുന്നത് അഴീക്കോടിലാണ്. ബഹുമാന്യനായ ഹൈദരലി തങ്ങൾ പറയുന്നു, ഇത്തവണ ഷാജി മത്സരിക്കേണ്ടത് അഴീക്കോടിലാണ്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്.
ഒരു ചെറുപ്പക്കാരൻ അവിടെ പോകണം. അന്ന് ഞാൻ അവിടേക്ക് പോയി. ചെല്ലുമ്പോൾ 25,000-ലധികം വോട്ടിന് ജയിച്ചു പ്രകാശൻ മാഷ്. തൊട്ടുമുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ പോയി മത്സരിച്ചു. ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു ഇവരെ കൊണ്ട്. ആ ജനങ്ങൾ UDF-ന്റെ മുകളിൽ പ്രതീക്ഷയർപ്പിച്ചു. ഇതാ UDF കൊണ്ടുവന്നിരിക്കുന്നു ഒരു ചെറുപ്പക്കാരനെ, ജയിപ്പിച്ചു കളയാം. അവിടുത്തെ എല്ലാവരും, ഒരു ചെറിയ ശതമാനം മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, 10-20%. എന്നെ ജയിപ്പിച്ചു. ജയിപ്പിക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലേ? നിങ്ങൾ ഇവിടുത്തെ MLA ജയിപ്പിച്ചില്ലേ? നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ? നിങ്ങൾ തോൽപ്പിച്ചവർക്ക് പോലും പ്രതീക്ഷയുണ്ട്. ജനാധിപത്യത്തിൽ ജയിക്കുന്നവൻ ആ നിയോജക മണ്ഡലത്തിന്റെ MLA ആണ്. ഞാനും അങ്ങനെയാണ്. അഴീക്കോടിൽ ചെറിയ വോട്ടിന് ഞാൻ ആദ്യത്തെ തവണ ജയിച്ചപ്പെടും. ഞാൻ അവരുടെ MLA ആണ്. അതെന്തിനാ MLA ആവണത്? കിട്ടുന്ന ഓണറേയും വാങ്ങിയിട്ട് ഇങ്ങനെ വണ്ടിക്ക് പെട്രോൾ അടിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് കയറി ഇങ്ങനെ ജീവിക്കാനാ? MLA എന്ന ബോർഡ് വെച്ച് പത്രാസിൽ നടക്കാനാ? അതിനാണോ ഒരു ജനപ്രതിനിധി? ഈ ജനങ്ങൾ മുഴുവൻ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10,000-കണക്കിന് ആളുകൾ വിശ്വാസങ്ങൾ അർപ്പിക്കുന്നത് അല്ലല്ലോ. ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ നികുതി കൊടുക്കുന്നവരല്ലേ? നമ്മളെല്ലാവരും എല്ലാത്തിനും നികുതിയില്ലേ? ഞാൻ ഈ സംസാരിക്കുന്ന മൈക്കിന് നികുതിയില്ലേ? ഈ സ്റ്റേജിനും പന്തലിനും നികുതിയില്ലേ? സഞ്ചരിക്കുന്ന കാറിന്, കയറുന്ന ബസ്സിന്, പോകുന്ന വണ്ടിക്ക്, നടക്കുന്ന വഴിക്ക്, തിന്നുന്ന ഭക്ഷണത്തിന്, ധരിക്കുന്ന വസ്ത്രത്തിന്, എല്ലാത്തിനും നികുതിയില്ലേ? നമ്മൾ ഈ നികുതി കൊടുക്കുന്നത് എന്തിനാണ്? ഈ നികുതിയുടെ പണം ഈ ഗവൺമെന്റ് നേരാമണ്ണം വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. ഞാൻ നിയമസഭയിൽ ചെന്ന ഉത്തരവാദിത്തം സത്യസന്ധമായി നിർവഹിക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ തവണ എന്നെ തോൽപ്പിക്കാൻ നികേഷ് കുമാറിനെ നിങ്ങൾ കൊണ്ടുവന്നു. കള്ളക്കഥകൾ ഉണ്ടാക്കി, വലിയ കള്ളക്കഥകൾ ഉണ്ടാക്കി. ആ കള്ളക്കഥകൾ ഉണ്ടാക്കിയപ്പോഴും ജനങ്ങൾ പറഞ്ഞു, നിങ്ങളാണ് ശരി, നിങ്ങളുടെ കൂടെ നിൽക്കാം. ഞാൻ ആ ഉത്തരവാദിത്തം വീണ്ടും സത്യസന്ധമായി നിർവഹിക്കാൻ കൂടുതൽ കരുത്തോടെ. നിയമസഭയിൽ ഞാൻ കാണുന്നത് എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിഭീകരനായ ഒരു മനുഷ്യനാണ്. നേർന്ന് സംസാരിച്ച തിന്നു കളയുമെന്നാണ് എല്ലാവരും പറയുന്നത്. നിയമസഭയിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ ഒരു നോട്ടാണ്, ദഹിപ്പിച്ചു കളയുമെന്നാണ് സഖാക്കൾ പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഒരാളെ നോക്കിയാൽ എന്ത് ബേജാറ്. സഖാക്കളെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് റഹീമിനോടൊക്കെ സ്നഗ്ഗിട്ട് നടക്കലാണ് പലപ്പോഴും ഡിവൈഎഫ്ഐക്കാർ. കാരണം ഇയാളെ കണ്ട ഒരു മൂത്രമൊഴിച്ചു പോത്രേ. എന്റെ പാമ്പേഴ്സും കെട്ടി നടക്കണ ഡിവൈഎഫ്ഐക്കാരന് ചിലപ്പോ ഇയാൾ നോക്കിയ ബേജാറാവും. ഞാനെന്തിനു പേടിക്കണം? ആ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ തന്ന വിശ്വാസത്തിനപ്പുറം എന്ത് ധൈര്യമാണ് ഒരു നിയമസഭയുടെ അകത്തിരുന്ന് സംസാരിക്കാൻ വേണ്ടത്? ഒരു MLA എന്ന പ്രിവിലേജ് വെച്ച് ഞാൻ ചോദിച്ചു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ മകൾ എന്തിനാണ് ശിവശങ്കരനും ഒന്നിച്ച് അമേരിക്കയിൽ പോയത്? ഏത് കമ്പനിയുമായി കരാറിൽ ഒപ്പുവെക്കാനാണ്? നിയമസഭയിലെ ചോദ്യമാണ്. എന്നോട് മുഖ്യമന്ത്രിയുടെ ഒരു അടുത്ത ആൾ ഒരു സംസാരത്തിന് വന്നപ്പോ പറഞ്ഞു, ഷാജി, അന്ന് ആ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. എന്തിനാ അയാൾ ഉറങ്ങാതിരുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ ചോദിക്കണ്ടേ? ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ലേ? അങ്ങേക്കും അങ്ങയുടെ മകൾക്കും തോന്നുന്ന പോലെ രാജ്യത്തെ കട്ടുമുടിക്കാൻ അവകാശമുണ്ടോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം, ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയോട് ധൈര്യപൂർവ്വം ചോദിച്ചപ്പോ ഒരുപാട് കേസുകൾ. ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ രവിയുടെ പേര് പറയുമ്പോൾ, രവീന്ദ്രന്റെ പേര് പറയുമ്പോൾ മാതൃഭൂമിയുടെ ലേഖകൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഏതാണ് സർ ഈ രവീന്ദ്രൻ? നിങ്ങൾക്ക് ആ രവീന്ദ്രൻ അന്ന് അറിയില്ല. മുഖ്യമന്ത്രിയുടെ മകള് ഈ കേസിലുണ്ട് എന്ന് അറിയില്ല. ഞാനെന്ന് പറഞ്ഞപ്പോ എന്റെ പേരിൽ കുറെ കേസുണ്ടാക്കി. എന്നെ പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ആകാവുന്ന പരിശ്രമങ്ങൾ മുഴുവൻ നിങ്ങൾ നടത്തി. 4 കൊല്ലം ശമ്പളമില്ല. അറിയാം നിങ്ങള്, എന്റെ വണ്ടിക്ക് ഒരു ഡീസൽ അടിക്കാൻ 10 റുപ്യ. എന്തിന്? നിയമസഭയിൽ പെങ്ങളൊക്കെ വന്നാൽ തിരുവനന്തപുരത്ത് നിയമസഭയുടെ ഫ്ലാറ്റിലുണ്ടാവും. പക്ഷെ ആ ഫ്ലാറ്റിന്റെ പൈസ ഞാൻ കൊടുക്കണം, വാടക. ഒരു ആനുകൂല്യം ഇല്ല. 4 കൊല്ലം എന്തിനടോ? എന്തിന് ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യാവുന്നത്? ഹൈക്കോടതിയിൽ 2014 ഒരു കേസ് 2017 പിണറായി വിജയൻ പരിശോധിക്കുമ്പോ വിജിലൻസിന്റെ ലോ ഓഫീസർ എന്ന അഡ്വൈസർ പറയുന്നുണ്ട്, സർ ഈ കേസ് നിൽക്കില്ല, ഹിയർസേ നിൽക്കില്ല. എന്നിട്ടും പ്രതികാര ബുദ്ധിയോടെ എന്നെ കുടുക്കാൻ കേസെടുത്തു. ഹൈക്കോടതി വലിച്ചെറിഞ്ഞു. എന്റെ മുമ്പിൽ CPM-ന്റെ ദൂതന്മാര് വന്നിട്ടുണ്ട്, ചെറുതല്ല വലുത്. എന്നോട് പറഞ്ഞു, സുപ്രീം കോടതിയിൽ പോയാൽ വലിയ പൈസ ചെലവാകും.
ഇവിടെ വെച്ച് നമുക്ക് തീർക്കാം. ഞാൻ ചോദിച്ചു, എന്തിന്? ഞാൻ എന്താ തീർക്കേണ്ടത്? ഞാൻ എന്താ അവസാനിപ്പിക്കേണ്ടത്? എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നോട് പറഞ്ഞു, ഒന്ന് മയക്ക് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു, എനിക്കറിയാത്തൊരു പണിയാണത്. പറയുമ്പോ പറയും പോലെ പറയും. അല്ലാതെ എന്തിനാ മയത്ത് പറയുന്നത്? കള്ളനെ കള്ളൻ എന്ന് വിളിക്കണ്ടേ? മുഖ്യമന്ത്രി ആയാലും കള്ളനല്ലേ? പ്രധാനമന്ത്രി ആയാലും കള്ളനല്ലേ? കള്ളനെ പിന്നെ എന്താണ് മോനെ എന്ന് വിളിക്കണ? കള്ളനെ സഖാവെ എന്ന് വിളിച്ച് എനിക്ക് ശീലമില്ല, സാഹിബ് എന്ന് വിളിച്ചിട്ട് ശീലമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നേതാവ് കള്ളനായതുകൊണ്ട് ഞാൻ അയാളെ കള്ളൻ തന്നെ പറയൂ. അപ്പൊ ആ പറഞ്ഞതിന് എന്നോട് പറഞ്ഞു നടക്കൂല, കേസ് കൊടുക്കാൻ പോവാണ്. പോയി സുപ്രീം കോടതി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി ആ കേസ് ചവറ്റുകൊട്ടയിലേക്ക് എറിയുമ്പോ ഏകദേശം ഒരു 5 കോടി രൂപയോളം നിങ്ങൾ കെ.എം. ഷാജിയുടെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട്. സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ കള്ളക്കേസാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഉളുപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉളുപ്പിന്റെ വളപ്പ് കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ ദയവ് ചെയ്ത് തിരിച്ചടക്കാനുള്ള മര്യാദയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അത് നിങ്ങളും മക്കളും കൂടി കട്ടുകൊണ്ടുപോയ സ്വത്ത് നിർത്തടച്ചാലും മതി, നിങ്ങൾക്ക് ആക്ഷേപമില്ല. അത് തിരിച്ചടക്കണം. എന്തിന്റെ പേരില്? കെജ്രിവാളിനെ ജയിലിലേക്ക് പറഞ്ഞയച്ച വക്കീലാണ് എന്റെ ഓപ്പോസിറ്റിൽ എനിക്കെതിരെ വാദിക്കാൻ വന്നത്. ശരിയാണെന്നല്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഞാന് ഇവിടെ കയറി നിൽക്കുക, നിങ്ങൾ പറഞ്ഞിട്ട് വന്നതാവട്ടെ. നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ വലിച്ചിറക്കുക. നമ്മളെ വൈദ്യുതിന്റെ വോളണ്ടിയർമാർ എന്നെ ഇവിടെ നടക്കൂലേ? നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളെക്കാൾ ഉയരത്തിൽ കയറി നിൽക്കുന്നത്? അപ്പൊ ഞാൻ മാന്യനാവണ്ടേ? ഈ കേസ് വന്നപ്പോ ഒരു 10 റുപ്യ കേസ് നടത്താൻ ഞാൻ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നട്ടല് വിരിച്ചു നിൽക്കാനുള്ള ബാധ്യത എനിക്കാണ്. അത് തെളിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചു. ഞാൻ എന്റെ ഒരു സംശയമല്ല, ഞാനൊരു വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളൊന്നുമല്ല. അത്യാവശ്യം ജീവിച്ചു പോകാനാവും. അതുകൊണ്ട് ഞാൻ കേസ് നടത്തി. എന്റെ സഖാവേ, ഇതൊരു സാധാരണക്കാരന് പറ്റൂ? ഒരു പാവപ്പെട്ടവരാണെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങളിങ്ങനെ വേട്ടയാടുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അധികാരമുണ്ടെന്ന് കരുതിയിട്ട് എന്ത് തെമ്മാടിത്തരവും കാട്ടാമെന്ന് നിങ്ങൾ ആരാ പഠിപ്പിച്ചത്? നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്, ആരെ പേരിലും കള്ളക്കേസ് എടുക്കാം. ഈ കേസുകൾ എടുക്കുമ്പോ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്നെ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ മെനക്കെടുക. അല്ല, ഇതെന്താണെന്നറിയോ? നിങ്ങള് എന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുക, ചെലവാക്കുക, ഭരണകൂടങ്ങളുടെ വേട്ടയാടുക. വീട്ടിൽ നമ്പറില്ല, 10-14 കേസ്, എവിടുന്ന എപ്പോഴാ ഒരു യാത്ര നടത്താൻ കഴിയില്ല, കുടുംബത്തിന് എന്തെങ്കിലും ചടങ്ങുണ്ടാകുമ്പോ കോടതിയിൽ നോട്ടീസ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും കുറേയൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്നും ശല്യം ഉണ്ടാവുമല്ലോ. ഭാര്യയും മക്കളൊക്കെ പറഞ്ഞു കൊടുക്കൂലേ? എന്ത് പണിയപ്പ, നിങ്ങൾ എന്തിന്റെ പണിയാണ്, എന്തിന്റെ കാറ്റാ നിങ്ങൾക്ക്? ഒന്ന് അടങ്ങിന്നൂടെ? അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിന് ചെറിയൊരു വിഷമാവും. അപ്പോഴാണ് ഇടനിലക്കാർ വരിക. എന്നിട്ട് വന്നിട്ട് പറയും നമുക്കൊന്ന് അവസാനിപ്പിക്കാതെ, ഒരു വിഷമമൊന്നും ഇല്ലാതെ, അല്ലേ? എന്നിട്ട് ഈ സമ്മർദ്ദം ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരാൾ കുഞ്ഞാവട്ടിക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എതിർക്കുകയാണ്. അതിശക്തമായിട്ട് ഞാൻ എതിർത്തോണ്ടിരിക്കുമ്പോ ഒരു സുപ്രഭാതം മുതൽ ഞാൻ എതിർപ്പങ്ങ് കുറക്കുകയും പിന്നെ മൂപ്പരൊക്കെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നത് എന്താണ്? ഇരട്ടി വിശുദ്ധിയോടെ അദ്ദേഹത്തെ ജനങ്ങൾ കാണും. കണ്ടോ? ഷാജിക്ക് മനസ്സിലായിട്ടാ? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച മുഖ്യമന്ത്രിയെ ഞാൻ പെട്ടെന്ന് സൈലന്റ് ആവുക, അദ്ദേഹമായിട്ട് അങ്ങനെ ഒന്നും പറയാതെ വെക്കുക. അപ്പൊ സഖാക്കൾക്ക് എന്താണ്? ഇരട്ടി എഫക്റ്റ് ആണ്. അതാണ് ഇതിലെ ഒരു കുഴപ്പം. ഇത് ഷാജിയേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് പിണറായി വിജയനാണ്. കാരണം തന്റെ മകളെ രക്ഷിച്ചെടുക്കാൻ ആ മനുഷ്യൻ RSSന്റെ മുമ്പിൽ സുക്കൂത്തായത് നമ്മൾ കണ്ടതാണ്. സഖാവ് പിണറായി വിജയൻ അങ്ങനെ RSSകാരൻ വരുമ്പോ സുക്കൂത്താവാതിരിക്കാൻ ഒറ്റ കാര്യം വേണ്ടു. എന്താ? നിങ്ങൾ ഇരട്ടച്ചങ്കല്ല, ഒറ്റച്ചങ്ക് മതി. പക്ഷേ ഒരു നട്ടല് നടുപ്പുറത്ത് ധൈര്യപൂർവ്വം ഉണ്ടാവണം. അതിങ്ങനെ മറ്റേ വടിയും കുന്തത്തിന്റെ മുമ്പ് കൂടെ നടന്നിരുന്നു, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറഞ്ഞ് മൈക്കാരോട് ചൂടായിട്ടൊന്നും കാര്യമില്ല. അതൊരു നട്ടല് വേണം. RSSന്റെ മുമ്പിൽ പിണറായി വിജയൻ സുക്കൂത്തായതിന് ഒറ്റ തെളിവ് മതി. ഇന്ത്യ മുഴുവൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ തൊട്ടടുത്ത ദിവസം വിദേശയാത്രക്ക് പോയത് ആരെ പേടിച്ച? മോദിയെയും അമിത്ഷയും പേടിച്ചിട്ടല്ലെന്ന് പിണറായി വിജയൻ പറയാൻ പറ്റുമോ? എന്റെ സഖാവ് പിണറായി വിജയ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള പുച്ഛം എന്താണെന്ന് അറിയോ?
ഞങ്ങള് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇതിനേക്കാൾ വലിയ വില പറയാൻ വന്നവരുടെ മുമ്പിൽ ആ മനുഷ്യൻ തലകുനിച്ചു കൊടുത്തിട്ടില്ല. അദാനി വില പറഞ്ഞിട്ടുണ്ട്. പലരും ഈ പറയുന്ന പിണറായി വിജയനടക്കം കളിയാക്കിയിട്ടുണ്ട്. അപ്പു എന്ന് വിളിച്ചിട്ടുണ്ട്, പപ്പു എന്ന് വിളിച്ചിട്ടുണ്ട്, മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല ആ മനുഷ്യൻ. കേൾക്കുമ്പോഴൊക്കെയും അയാളുടെ ഉള്ളിലേക്ക് നോക്കി, തന്നിലേക്ക്. അവിടെ അയാൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടക്കുമ്പോഴും ഞാൻ കഴിഞ്ഞതിന് മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഞാൻ പറഞ്ഞു, കഴിഞ്ഞതിന് മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളിത് സഖാക്കളെ, ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ഫാഷിസം ഇന്ത്യയെ വിഴുങ്ങുകയാണ്. ഈ വണ്ടിയിൽ നിങ്ങൾ കയറിക്കോ രാഹുൽ ഗാന്ധിയുടെ കൂടെ. ഇനി വണ്ടി വരാനില്ല. ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. ഫാഷിസ്റ്റുകൾ ജയിച്ച തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സഖാക്കൾ തുടങ്ങിയില്ലേ എന്നോട്, ഷാജി ലാസ്റ്റ് ബസ് പോയോ, ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ വേറെയും ബസ് വരാനുണ്ടോ, ഇഞ്ചി എന്നൊക്കെ വിളിക്കണ മാതിരി ആ സീസണിൽ മുഴുവൻ ലാസ്റ്റ് ബസ് ആയിരുന്നു. അതായിരുന്നു പിന്നെ സഖാക്കളുടെ പരാക്രമം. എന്താ എന്റെ സഖാക്കളെ, നിങ്ങൾ മനസ്സിലാക്കിയോ? ഈ തെരഞ്ഞെടുപ്പിൽ ആ ലാസ്റ്റ് വണ്ടിയിൽ നിങ്ങൾ കയറിയതോടാണ് ഇപ്പൊ ആഫീസിൽ കാണുന്ന ആ അരിവാളും ചുറ്റിക നക്ഷത്രമില്ലേ, അത് അവിടെ കിടക്കണത്. അല്ലെങ്കിൽ വല്ല ആക്രിക്കടയിൽ പോയിട്ട് തിരയേണ്ടി വരുമായിരുന്നു നിങ്ങൾ. ആ മനുഷ്യന്റെ വണ്ടി കയറിയിട്ടാണ് അറിയോങ്ങള്. അതേ രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രയാണമാണ് ലീഗ് നടത്തുന്നത്. അത് നിങ്ങൾ ചോദിക്കണല്ലോ, കോൺഗ്രസിന്റെ കീഴടങ്ങലൊന്നുമല്ല. ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നറിയോങ്ങള്? എന്തിനാണ്? നാളെ കോൺഗ്രസിനെ അതിശക്തമായി വിമർശിക്കാൻ കഴിയുന്ന ജനാധിപത്യം ഇവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നാളെയും കോൺഗ്രസിനെതിരെ പോരാട്ടം നടത്തും. അതുണ്ടാവണമെങ്കിൽ ഇവിടെ ഫാഷിസ്റ്റുകൾ ഭരിച്ചുകൂടാ. കോൺഗ്രസ് ഭരിക്കും. അറിയില്ലേ, ഈ കോഴിക്കോട് കടപ്പുറത്ത് വന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റു പറയുന്നുണ്ട്, ലീഗിനെ ആക്ഷേപിച്ചിട്ട് പരിഹസിച്ചിട്ട്, ചത്ത കുതിരയാണ്. എത്ര പരിഹാസ്യാണത്. എല്ലാ പ്രതിപക്ഷ ബഹുമാനത്തോടെയും CH പറഞ്ഞു, അല്ല പണ്ഡിറ്റ്ജി, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. കാലം പിന്നെയും കഴിഞ്ഞു. ഇന്ത്യയുടെ പാർലമെന്റില് വിവാഹ നിയമ ബില്ല് വരികയാണ്. എല്ലാവരും യെസ് യെസ് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ്, തുർക്കി തൊപ്പി വെച്ച ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുന്നുണ്ട് നോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നോക്കുകയാണ്. ബി പോക്കർ സാഹിബാണ്, മുസ്ലിം ലീഗിന്റെ MP ആണ്. മുസ്ലിം ലീഗിനോട് നെഹ്റുവിന് രാഷ്ട്രീയമായ വിരോധമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പാർലമെന്റിൽ പറഞ്ഞത്, ബി പോക്കറിന്റെ ശബ്ദം ഇന്ത്യയിലെ ഒറ്റപ്പെട്ട ശബ്ദമല്ല, അത് ഇന്ത്യയിലെ മുസ്ലിമിന്റെ ശബ്ദമാണെന്നാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കമ്മ്യൂണിസ്റ്റുകാരാണ്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ കമ്മ്യൂണിസത്തിന് ഫാഷിസത്തിന് സമാനമായ രൂപഭാവങ്ങളുണ്ട്, നിനക്കറിയില്ല. പലപ്പോഴും പറയുന്നത് തമാശയുണ്ട്. ഈ പണ്ടത്തെ ആളുകളൊക്കെ പ്രസംഗിക്കുന്നവരൊക്കെ പറയും, ഞാൻ ചെറുപ്പത്തിൽ പലരും പറഞ്ഞു കേട്ടതാണ്, ഈ ഒരു നായ ഇന്ത്യയിലേക്ക് വരിക, ഇന്ത്യയിൽ നിന്ന് ഒരു നായ ചൈനയിലേക്ക് പോവുക. അപ്പൊ ചൈനയിലേക്ക് പോകുമ്പോൾ അതിർത്തിയിൽ വെച്ച് ഈ രണ്ട് നായ്ക്കളും കണ്ടുമുട്ടുകയാണ്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോ ചൈനയിലേക്ക് പോകുന്ന, ഇന്ത്യയിലേക്ക് വരുന്ന, ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന നായയുണ്ട്. ചൈനക്കാരൻ നായ ചോദിച്ചു, അല്ല നീ എന്തിനാ ചൈനക്ക് പോണത്? നായ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ, ഇന്ത്യയിൽ പട്ടിണിയും ദാരിദ്ര്യമാണല്ലോ, എന്നിട്ട് തിന്നാൻ കിട്ടും വിചാരിച്ചിട്ട് പോവാണ്. അപ്പോഴാണ് ഇന്ത്യയിലെ നായ നോക്കുന്നത്, ചൈനത്തെ നായ ഒരു തടിച്ചു കൊടുത്ത നായയാണ്. അപ്പൊ ചൈനത്തെ നായനോട് ചോദിച്ചു, അല്ല നീ എന്തിനാ ഇന്ത്യക്ക് പോണത്? ചൈനത്തെ നായ പറഞ്ഞു, ജന്മം നായൻ്റെതായിപ്പോയില്ലേ, ഒന്ന് കുരക്കണ്ടേ, കുരക്കാൻ വേണ്ടി പോവാണ് ഇന്ത്യയിലേക്ക്. അവിടെ കമ്മ്യൂണിസ്റ്റുമാരാണ്, കുരക്കാൻ പറ്റൂല. എന്റെ സഖാവേ, നിനക്ക് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നു, അതെന്റെ ജന്മപ്രശ്നമാണ്. 80കൾ വരെ ഒരു CPM-ന്റെ ആഫീസിനകത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാക ഉയർത്തിയിട്ടില്ല. ആരോപണമല്ല, സത്യമാണ്. നിങ്ങൾ അതുവരെ ഇന്ത്യൻ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ വന്നിട്ടില്ല. CPI വന്നിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്, ഒന്നല്ലല്ലോ. RMP ഉണ്ട്, CMP ഉണ്ട്, CPI ഉണ്ട്, എന്താണ് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, നിരവധി സംഘടനകളുണ്ട്. എന്തിനാ ഇതുപോലൊരു പാർട്ടി? CPM തകർന്നു പോയാൽ ഒരു ചുക്കില്ല, ഒന്നും സംഭവിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് നന്മയുടെ ഒരു കണികയില്ല.
കട്ട് തിന്ന് കക്ക നക്ക മുക്ക എന്നല്ലാത്ത ഒരു ഏർപ്പാടില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സംഘടന. എന്തിന് BJP വരുമെന്നോ? BJP ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്താണ് BJP തകർക്കുന്നത്. അത് പാലക്കാട് മനസ്സിലായില്ലേ? നിങ്ങളൊരു ഡയലോഗ് ഉണ്ട് ഇടക്കിടക്ക്, ഞങ്ങൾ ക്രോസ് വോട്ട് ചെയ്യലാണ്. ഏത് BJP വരുമെന്ന് വരുമ്പോ കോൺഗ്രസിന് വോട്ട് ചെയ്യലുണ്ടാണ് ഞങ്ങൾ ജയിക്കുന്ന. പാലക്കാട് വിളവ് മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു പുല്ല് ക്രോസ് വോട്ട് വന്നിട്ടില്ല. അവിടെ ചെയ്യേണ്ടവർ നേരെ ചൊവ്വെ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു. നിങ്ങളുടെ വോട്ടോ നിങ്ങളെ പറ്റിയിലുണ്ട്. അതൊരു പുല്ല് വിലയിലാണ് അവിടെ കിടക്കണമുണ്ട്. മനസ്സിലായാലും അത് 3-ാം സ്ഥാനത്താണ്. ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾ ചേർന്ന് നിന്നാൽ അതിനപ്പുറം ഒന്നുമല്ല CPM-കാരാ. നിങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായി ലോകത്തു തകർന്ന പോലെ പതനത്തിലേക്കാണ്. ആ തിരിച്ചറിവാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടത്. ആ പോരാട്ടത്തെയാണ് രാഷ്ട്രീയമായി ശക്തി പ്രാപിപ്പിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടു നിർത്തുന്നു. ജയൻ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയാൻ വേണ്ടി ഷാനവാസ്. നന്ദിക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കഴിയാണ്. നമ്മുടെ പ്രദേശത്ത് 45 ഡിവിഷനിലും അതുപോലെ നമ്മുടെ ബൂത്തിലും സജീവമായിട്ട് CPM-ൽ പ്രവർത്തിച്ചിരുന്ന 2 സഹോദരന്മാർ അവർ നേരിന്റെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവർക്ക് ഹരിത പതാക പുതപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാജി സാഹിബ് അവരെ സ്വീകരിക്കുന്നതാണ്. അതിന് മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അനുജൻ ബീനാൻ മൊയ്തീൻ, അദ്ദേഹം ഇപ്പോഴും എത്തിയിട്ടില്ല, ഓൺ ദ വേ ആണ്. അപ്പം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുജൻ DYFIയുടെ ഓഫീസ് സെക്രട്ടറിയും ഭാരവാഹിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഇവിടെ എത്തുകയാണെങ്കിൽ, നമ്മൾ വേദി വിട്ടു പോകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ കൂടെ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ഈ പരിപാടി ഇന്ന് രാവിലെ 9:30 ഉള്ളിശ്ശേരിക്കുന്ന് ആരംഭിച്ച് ഇവിടെ 6:30 സമാപിച്ച മുസ്ലിം ലീഗ് ചെറുനൂർ നല്ലളം മേഖലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ യാത്രയിൽ ഇന്ന് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നല്ല പ്രഭാഷണം നടത്തി. അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് വരുന്നത് പറഞ്ഞിരുന്നു എങ്കിലും 1 മണിക്കൂർ നമ്മുടെ വേദിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. 1 മണിക്കൂറിനേക്കാളും അധികം സമയം അദ്ദേഹം ഇവിടെ സംസാരിച്ചു. അദ്ദേഹത്തിന് നമ്മുടെ സംഘടനയുടെ മേഖലാ കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ആശംസ അറിയിച്ച യു പോക്കർ സാഹിബ്, സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി അംഗം യു പോക്കർ സാഹിബ്, ജില്ലാ സെക്രട്ടറി കുഞ്ഞാമുട്ടി സാഹിബ്, മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി അഹമ്മദ് കോയ, ട്രഷറർ PK ജാഫർ, കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലിക്ക, മണ്ഡലം ഭാരവാഹി TP സലീം, അതുപോലെ യൂത്ത് ലീഗിന്റെ മേഖലാ പ്രസിഡന്റ് മുനീർ യാക്കൂബ്, അതുപോലെ മണ്ഡലം MSF-ന്റെ ജനറൽ സെക്രട്ടറി ഷിഫാൽ, മറ്റ് ഒരുപാട് നേതാക്കൾ. അതുപോലെ നമുക്ക് ആ ജാഥയിൽ ഒരുപാട് ആവേശം നൽകിയ ഒരു കുട്ടിയാണ് നമ്മുടെ ജൂനിയർ യാക്കൂബ്. ആ കുട്ടിക്കും കുടുംബത്തിനും പ്രത്യേക, കാരണം ആ കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. അവന് നമ്മുടെ മുന്നിൽ ഊർജ്ജസ്വലനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന് നയിച്ച പോലെയായിരുന്നു ഈ ഒരു പദയാത്ര ഫീൽ ചെയ്തത്. ആ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ എടുത്തു പറയേണ്ടത് യൂത്ത് ലീഗ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡിന്റെ ഒരു സേവനം എടുത്തു പറയേണ്ടതാണ്. സാധാരണ ഒരു പദയാത്ര നടത്തുകയാണെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കുന്നത് ബാക്കിലുള്ള വാഹനങ്ങളെല്ലാം തടഞ്ഞുകൊണ്ടാണ്. എങ്കിൽ ഒരു ഓട്ടോ പോലും 1 മിനിറ്റ് പോലും നിർത്താതെ അത് നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ജാഥ വളരെ ചിട്ടയോടുകൂടി തുടക്കം മുതൽ ഒടുക്കം വരെ നയിച്ച നമ്മുടെ വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള മുഷീർ അലി, ജംഷി, അസ്ലം എന്നിവരെ പ്രത്യേകം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു കവാടം ബഹുമാനപ്പെട്ട മർഹൂം MK ഹസൻ കോയ സാഹിബ്, അദ്ദേഹം നമ്മുടെ മേഖലാ മുസ്ലിം ലീഗിന്റെ ട്രഷററായിരിക്കെയാണ് നമ്മോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നടന്ന ഒരു ചടങ്ങാണ്. ഈ നഗരിയുടെ പേര് അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ നൽകിയിരുന്നത്. പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗപൂന്താപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആ ഒരു കവാടം നല്ല രൂപത്തിൽ ഗംഭീരമായിട്ട് ഇവിടെ സ്ഥാപിച്ച മേഖല യൂത്ത് ലീഗിനും അതുപോലെ ഈ
ചടങ്ങ്, ഈ ഒരു യാത്രയിൽ ഉടനീളം അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ അതിന്റെ ജാഥ അംഗങ്ങളായിട്ട് നേതൃത്വം കൊടുത്ത ഇതിന്റെ ശാഖ ഭാരവാഹികൾ, അതുപോലെ ഓരോ പോയിന്റിലും ഊഷ്മളമായ സ്വീകരണം ഒരുക്കിയ മുഴുവൻ ശാഖ കമ്മിറ്റികളെയും അതിന്റെ പ്രവർത്തകരെയും, അതുപോലെ ഉദ്ഘാടന സമയത്ത് നമുക്ക് ആ സാന്നിധ്യം കൊണ്ട് അറിയിച്ച വനിതാ ലീഗ് നേതാക്കൾ, അങ്ങനെയുള്ള എല്ലാവരെയും മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സംഘാടക, ഇവിടുത്തെ ആതിഥേയരായ നമ്മുടെ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി, അതുപോലെ മുസ്ലിം ലീഗ് ഈസ്റ്റ് കമ്മിറ്റി, വെസ്റ്റ് കമ്മിറ്റി, ഇത് നല്ല രൂപത്തിൽ നടത്തുന്നതിന് വേണ്ടി 4 ദിവസമായിട്ട് അവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ സീനിയർ ബീരാൻക ഉൾപ്പെടെയുള്ള അദ്ദേഹം ജാഥയിൽ വരാൻ പറ്റില്ല, ഇവിടെ മുഴുവനും അദ്ദേഹത്തിന്റെ ഒരു കണ്ണുണ്ടായിരുന്നു. ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കാൻ അതുകൊണ്ട് സാധിച്ചു. ഒരിക്കൽ കൂടി മേഖലാ മുസ്ലിം ലീഗിന്റെ പേരിൽ എല്ലാ ശ്രോതാക്കൾക്കും, ഇവിടെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ എത്തിയ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് മുസ്ലിം ലീഗ്.